ഹലോ ഗൈസ്, ഇവിടെ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കരിയർ ആൻഡ് നിങ്ങളുടെ ഫ്യൂച്ചർ. അതായത് ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസും അതുപോലെ തന്നെ ഫ്യൂച്ചർ നിങ്ങളുടെ കരിയറിനെ കുറിച്ചും, നിങ്ങളുടെ കരിയർ എന്താവും, അല്ലെങ്കിൽ നിങ്ങൾ ഏത് മേഖലകളാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ എന്താ പറയുക ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ എന്തൊക്കെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളെ കരിയറുമായിട്ട് നിങ്ങൾക്ക് വിധിച്ചിരിക്കുന്ന ആ ഒരു വേ അല്ലെങ്കിൽ ആ ഒരു വിധി പ്രകാരം നിങ്ങൾ എത്തിപ്പെടേണ്ട സിറ്റുവേഷൻസും അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കും. അതിനുവേണ്ടി ഞാനൊരു 2 പൈൽ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഇൻഡ്യൂഷനോട് ചോദിച്ചതിന് ശേഷം ഒരു 3 തവണ ശ്വാസം വലിച്ചുവിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ നിന്നും ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആവുന്ന ഒരു പൈൽ ഏതാണ് അല്ലെങ്കിൽ ഒരു ചിത്രം ഏതാണ് അത് നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ റീഡിങ് പോകുന്നത്. അപ്പം നിങ്ങളുടെ കരിയർ ആൻഡ് നിങ്ങളുടെ ഫ്യൂച്ചർ, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ എന്താവും എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പൈൽസാണ്. ഇതാണ് ഒന്നാമത്തെ പൈൽ, ഇതാണ് ഫസ്റ്റ് പൈൽ, ഇതാണ് ഫസ്റ്റ് പൈൽ. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് പൈൽ. ഇതാണ് ഫസ്റ്റ് പൈൽ, ഇതാണ് സെക്കൻഡ് പൈൽ. അപ്പം നിങ്ങളുടെ ഇൻഡ്യൂഷൻ ചോദിച്ചതിന് ശേഷം ഒരു 3 തവണ ശ്വാസം വലിച്ചു വിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ നിന്നും ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആകുന്ന പൈൽ ഏതാണ് ആ ഒരു പൈൽ നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. അപ്പം നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. ഒന്നാമത്തെ പൈൽ എന്ന് പറയുന്നത് ഈ ഒരു പൈലാണ്. ഒന്നാമത്തെ പൈൽ ഇതാണ് ഫസ്റ്റ് പൈൽ, ഇതാണ് ഫസ്റ്റ് പൈൽ, ഇതാണ് സെക്കൻഡ് പൈൽ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ചെയ്യുന്ന പൈൽ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ചെയ്യുന്ന പൈൽ ഏതാണ് ആ ഒരു പൈൽ സെലക്ട് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പം നമുക്ക് ഒന്നാമത്തെ പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങിലോട്ട് പോകാം. നമ്പർ ഫസ്റ്റ്. അപ്പോൾ ഒന്നാമത്തെ പൈൽ, അതായത് ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ്. അപ്പം നമുക്ക് ആദ്യമായിട്ട് നമ്പർ ഫസ്റ്റ് ഒന്നാമത്തെ പൈൽ, ഈ ഒരു പൈൽ. ഇതാരൊക്കെയാണോ സെലക്ട് ചെയ്തത് അവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. യെസ്, നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ വരുന്നൊരു സംഭവം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഒരു ഫുൾഫിൽ വിഷസ് അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു പൊസിഷൻ എന്ന് പറയുന്നത് കരിയർ റിലേറ്റഡ് ആയിട്ടല്ല, ഈവൻ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. കരിയറിന് പുറമെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റിനും പുറമെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. കൂടുതലധികം പേരും ഇതിൻ്റെ അകത്ത് ആഗ്രഹിക്കുന്നത് ലൈഫ് സ്റ്റൈലാണ്. മറ്റുള്ളവരെ പോലെ നല്ല രീതിക്ക്, അല്ലെന്നെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നൊരു ലൈഫ് സ്റ്റൈലുണ്ട്. ചെറുപ്രായം മുതലേ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പക്വത ആയൊരു സമയം മുതലേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഡിസൈൻ ആയിട്ടുള്ള വീട്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തുള്ള ഫിനാൻഷ്യൽ ഫ്രീഡം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കും പോലത്തുള്ള ഒരു സെലിബ്രേഷൻ ആയിട്ടുള്ളൊരു ഫാമിലി, ഇതാണ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ മൈൻഡിൽ. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, എവിടെ എത്തണം, എങ്ങനെ എത്തണം, എങ്ങോട്ട് പോകണം എന്നുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റീസും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലും നിങ്ങൾ ആഗ്രഹിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് കൂടുതലധികം പേരും ഇതിൽ നിന്നും ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ബിസിനസ് ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലെന്നുണ്ടെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ, നല്ലൊരു പൊസിഷനിലായിരിക്കും ഇരിക്കേണ്ടത്. ഏതൊരു പൊസിഷനിൽ ഇരുന്ന് കഴിഞ്ഞാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ് നിങ്ങൾക്കിപ്പോൾ വേണ്ടത്. ചെറുപ്രായത്തിൽ ചിലപ്പം ചില ആൾക്കാരെ സംബന്ധിച്ച് ഒരു വീടിൻ്റെ പ്ലാൻ മുന്നേ നിങ്ങൾക്ക് മനസ്സിലുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയാകണം, ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ കൂടെ പോകണം, ഇങ്ങനെ എവിടെ സെറ്റിൽ ആവണം, അല്ലെന്നുണ്ട് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ഒരു പക്വത ആർന്ന സമയം മുതൽ നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, ഇന്ന പൊസിഷനിൽ എത്തണം, ഇന്ന സിറ്റുവേഷനിൽ എത്തണം. പക്ഷേ വിധിപ്രകാരം വന്ന സമയത്ത് അതൊക്കെ മാറി നിങ്ങൾ ആഗ്രഹിച്ച പോലെ ചില ആൾക്കാർക്ക് എത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ ചില ആൾക്കാർക്ക് നിങ്ങളെ സംബന്ധിച്ച് ഫുൾഫിൽ വിഷസ് ആയിട്ടുള്ള സമയത്തോട്ട് എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും ചില ആൾക്കാർ അവിടെ എത്തിയിട്ടും ചില ആൾക്കാരെ സംബന്ധിച്ച് ഇനിയും അച്ചീവ് ചെയ്യണം എന്നുള്ള തോന്നലും ചില ആൾക്കാരെ സംബന്ധിച്ച് ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരെ സംബന്ധിച്ച് ഒരു അച്ചടക്കം ഇല്ലാതെ പലതും ലൈഫിലോട്ട് കയറി വന്ന, അല്ലെങ്കിൽ പല ജോലിക്കും പോകുന്ന, പല സിറ്റുവേഷനും ലൈഫിൽ വന്നിട്ട് ഒരു എന്താ പറയുക, അങ്ങുമില്ല ഇങ്ങുമില്ലാത്തൊരു സിറ്റുവേഷനിൽ നിങ്ങളെ കരിയർ സംബന്ധിച്ച് പോകുന്നൊരു ഇതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചൊരു പൊസിഷനിലായിരിക്കണം എത്തിപ്പെട്ടത്, പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ച പൊസിഷനിൽ എത്തിപ്പെട്ട സമയത്ത് എത്തിപ്പെടുന്നവരേക്കും നിങ്ങൾ വിചാരിച്ച്
ഓ അത് ഓക്കെയാണ്, അത് അങ്ങനത്തെ ജോലിയാണ്, ഇങ്ങനത്തെ ജോലിയാണ്. പക്ഷേ നിങ്ങളവിടെ എത്തിപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾ വിചാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ കരുതിയ ജോലിയല്ല ഇത് വേറെ എന്തോ, അല്ലെങ്കിൽ എന്താ പറയുക, പുറമേ നിന്നും കാണുന്ന കണക്കുള്ളൊരു ജോലിയല്ല, ഇത് കൂടുതലും എനിക്ക് പറ്റിയ ജോലിയാണോ എന്ന് വരെ ചിന്തിക്കുന്ന ഒരു അച്ചടക്കമില്ലാത്തൊരു സിറ്റുവേഷനോട്, അല്ലെങ്കിൽ ഭ്രാന്തമായിട്ട് ജോലി ചെയ്യേണ്ടി വരുന്ന, അല്ലെങ്കിൽ ആ ഒരു ടൈമിനനുസരിച്ച് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ആ ഒരു ലൂപ്പിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നതിലും ഉപരി നിങ്ങളവിടെ പണിയെടുക്കേണ്ടി വരുന്നു ചില ആൾക്കാരെ സംബന്ധിച്ച്. നിങ്ങളവിടെ ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് നിങ്ങൾ പുറമേ എന്താ പറയുക, പുറം നാട്ടിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ കൺട്രീസ് അങ്ങനെ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പം നിങ്ങൾ മനസ്സിൽ ഒരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടായിരിക്കും അങ്ങോട്ട് പോയത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം നിങ്ങളവിടെ ഉറപ്പിച്ചായിട്ടായിരിക്കണം നിങ്ങൾ അങ്ങോട്ട് പോയത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നു കാണും. ഇന്ന കണക്ക് ഇന്ന പൊസിഷനിൽ അല്ലെങ്കിൽ ഇന്ന സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ലൈഫ് സ്റ്റൈൽ മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ക്രിയേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് മാറ്റാൻ പറ്റും എന്നുള്ള ഒരു പ്രോമിസിങ് ആയിട്ടുള്ള വാക്ക് കൊടുത്തിട്ടായിരിക്കണം ഒന്നീ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഫാമിലി റിലേറ്റീവായിട്ട് എന്തൊക്കെ ഒരു ഗോൾ, ലക്ഷ്യം, കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്ന ആൾക്കാരെ കണക്കാണ് കാണാൻ പറ്റുന്നത്. അതിലുപരി എന്താ പറയുക, നിങ്ങളെ സംബന്ധിച്ചിവിടെ കാണാൻ പറ്റുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ പാഷനും നിങ്ങളുടെ ആഗ്രഹവും നിങ്ങൾ തേടി നടന്ന് അത് അച്ചീവ് ചെയ്യുന്ന വ്യക്തികളായിട്ടാണ് നിങ്ങളെ സംബന്ധിച്ച് കാണുന്നത്. നിങ്ങൾക്ക് മേ ബി ഒരു ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ അതിനനുസരിച്ച് പോയി വർക്ക് ചെയ്യുന്ന ഒരാളെ കണക്കാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. എന്താണോ നിങ്ങൾക്ക് ആവശ്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്താണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ പോകും. നിങ്ങളെ സംബന്ധിച്ച് പല പല ഓപ്പർച്യൂണിറ്റീസ്, പല പല ഡോർസ് നിങ്ങളുടെ ലൈഫിൽ തുറക്കും. ബട്ട് ഇവിടെ കാണാൻ പറ്റുന്ന സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ മുന്നേ പോയ ഒരു ഉത്സാഹമോ കാര്യങ്ങളോ അച്ചടക്കമോ ഒരു ഒതുക്കമോ ഒന്നും നിങ്ങളുടെ ലൈഫിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ പരമായിട്ട് ഈ ഒരു സമയത്ത് കാണുന്നില്ല. കാരണം ആദ്യം നിങ്ങൾ ഭയങ്കര കോൺസെൻട്രേഷൻ ആയിരുന്നു, ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷേ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒരു വൾഗറായി മാറുന്നുണ്ട്. കരിയർ വൾഗറായി മാറുക എന്ന് പറയുമ്പോഴത്തേക്കും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന വ്യക്തികൾ തന്നെയാണ്, ആത്മാർത്ഥമായിട്ട് കരിയറിൽ ഫോക്കസ് ചെയ്ത് ജോലികൾ ചെയ്യുന്ന വ്യക്തികൾ തന്നെയാണ്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് അലങ്കോലപ്പെടുന്നുണ്ട് ചില സിറ്റുവേഷൻസ്, നിങ്ങളെ സംബന്ധിച്ച് ഒരു അലങ്കോലമായി മാറപ്പെടുന്നുണ്ട്. കാരണം മറ്റ് ചില പ്രശ്നങ്ങൾ വന്നു കയറുന്നതിനനുസരിച്ച് കരിയറിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. കരിയറിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഇടിച്ച് കയറി വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അങ്ങനത്തെ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. കരിയർ റിലേറ്റഡ് ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളും ഇഷ്യൂസും കാര്യങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പം ഏതിൽ കോൺസെൻട്രേഷൻ ചെയ്യണം എന്നുള്ളൊരു ഡൗട്ട്, ഒരു സ്റ്റക്ക് സിറ്റുവേഷന് പോകുന്ന ചില ആൾക്കാരെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു അടുക്കിപ്പറക്കൽ ഇല്ല, അല്ലെങ്കിൽ എന്താ പറയുക, ലൈഫിലൊരു ഒതുക്കമില്ല. കരിയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ പോകേണ്ട സിറ്റുവേഷൻസ് എന്താണ്, അല്ലെങ്കിൽ എത്തിപ്പെടേണ്ട ഞാൻ എങ്ങോട്ടാണ് എത്തിപ്പെടേണ്ടത്. ചില ആൾക്കാരെ സംബന്ധിച്ച് ഗോ വിത്ത് ദ ഫ്ലോയിലാണ് പോകുന്നത്. ചില ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒട്ടും ഇല്ല. ചില ആൾക്കാർ എന്താണ് പറയുന്നത്, വിധിപ്രകാരം അവിടെ എത്തിപ്പെടുന്നതായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവിടെ എത്തിപ്പെട്ടതിന് ശേഷം നിങ്ങൾ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്, നിങ്ങളെ പ്രാരബ്ധം കൊണ്ടായിരിക്കണം നിങ്ങൾ പിടിച്ച് നിൽക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ കല്യാണം കഴിക്കാൻ വേണ്ടി ആയിരിക്കണം നിൽക്കണം, മാരേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഏതെങ്കിലും വ്യക്തിക്ക് വേണ്ടി ആയിരിക്കണം നിങ്ങൾ ഇവിടെ അവിടെ നിൽക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി തന്നെ നിൽക്കുന്നത് കൊണ്ട് ഒരു ഉപയോഗം ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് അവിടെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നതിലും ഉപരി നിങ്ങൾക്ക് അവിടെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ചില ആൾക്കാരെ സംബന്ധിച്ച് ഫുൾഫിൽ ആവുന്നുണ്ടെങ്കിൽ പോലും എന്താ പറയുക, ആ ഒരു ലൂപ്പാണ് നിങ്ങൾക്ക് ആ കരിയറുമായിട്ട് അങ്ങ് അകപ്പെട്ടു പോയി. അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു കരിയർ മാത്രമായി പോയി എന്നുള്ളതിനൂടെ കാണാൻ. രാവിലെ എണീക്കുന്നു, കരിയർ നോക്കുന്നു, തിരിച്ചു വരുന്നു. നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു ലൈഫ് സ്റ്റൈൽ കിട്ടുന്നില്ല നിങ്ങൾക്ക്, നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് കിട്ടുന്നില്ല, നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരു അടുക്കും ചിട്ടയില്ല. നിങ്ങൾ പണ്ട് വിചാരിച്ചെന്ന് പറയുമ്പോഴത്തേക്കും കുറേ പൈസ ഉണ്ടാക്കണം, കറങ്ങാൻ പോകണം, അല്ലെന്നുണ്ടെങ്കിൽ അടിച്ചു പൊളിച്ച് ജീവിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടായിരുന്നു, ആദ്യം ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ബട്ട് നിങ്ങൾ ലൈഫിലോട്ട് അടുക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് കൂടുതൽ അടുക്കുന്ന സമയത്ത് കല്യാണം കഴിച്ച്, ആ സമയം വിചാരിച്ച് കല്യാണം കഴിച്ചിട്ട് ഒന്ന് ട്രിപ്പൊക്കെ പോകും. അത് കഴിഞ്ഞ് കൊച്ചിങ്ങളുണ്ടായപ്പോൾ അവരുടെ ചിലവ് അങ്ങനെ ഒരു ലൈഫ് പീരീഡ് തന്നെ നിങ്ങൾ കരിയറിന് വേണ്ടി മാറ്റി വെച്ചു എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അങ്ങനത്തുള്ള സിറ്റുവേഷൻ, കരിയറിന് മറ്റ് ഫിനാൻസ് അങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷനിലായിട്ട് ഇതാവുന്നു. ഇവിടെ കാണാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളൊരു ടീച്ചറായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹീലറായിരിക്കാം, നിങ്ങൾ ഡോക്ടറായിരിക്കാം, അല്ലെങ്കിൽ എന്ത് പണിയും ചെയ്യുന്ന ആളായിരിക്കാം, എന്തുമായിരിക്കാം, അന്ന് ഞാൻ പറഞ്ഞില്ല, എന്ത് പണിയും ചെയ്യുന്ന ആൾക്കാരായിരിക്കണം.
ബട്ട് നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ കുറേയധികം ആൾക്കാർ നിങ്ങൾക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടിയ ചില കഴിവുകളുണ്ട്. ഈവൻ അഭിനയിക്കാനുള്ള കഴിവുകളായിരിക്കാം, ഈവൻ നിങ്ങൾ പാട്ട് പാടാനുള്ള കഴിവുകളായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക റീഡിങ്, അതുപോലെ തന്നെ കഥകൾ എഴുതാനുള്ള കഴിവുകളായിരിക്കാം, പാഠങ്ങൾ പഠിപ്പിച്ച് കൊടുക്കാനുള്ള കഴിവുകളായിരിക്കാം, ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുകളായിരിക്കാം. അങ്ങനെ ഒരുപാട് കഴിവുകൾ നിങ്ങളുടെ ജന്മസിദ്ധമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈവൻ സ്പിരിച്വാലിറ്റി പരമായിട്ടുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. സ്പിരിച്വാലിറ്റി പരമായിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത് നിങ്ങൾ വിധിപ്രകാരം ഇതിലിറങ്ങണം. വിധിപ്രകാരം ഇതിലിറങ്ങണം എന്ന് പറയുന്നത് ചില ആൾക്കാരെ സംബന്ധിച്ച് എന്താ പറയുക, ജാതകപ്രകാരം അവൻ്റെ അച്ഛനെ പോലെ ആവണം, അല്ലെങ്കിൽ അവൻ്റെ അമ്മേനെ പോലെ ആകണം, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഏതെങ്കിലും ഒരു ചെറിയൊരു ജീൻ വന്ന് കയറി അവൻ അതിലോട്ട് ഇറങ്ങും, അല്ലെങ്കിൽ അവൾ അതിലോട്ട് ഇറങ്ങാനുള്ളൊരു ത്വര ഉണ്ടാകും. ഈവൻ ടാറോ കാർഡ് റീഡിംഗ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക വൈദികനായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക നാട്ടുകാരെയൊക്കെ ഇങ്ങനെ പറയുന്ന അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ, ഈ ഉസ്താക്കന്മാർ. അതുപോലെ തന്നെ എന്താ പറയുക ഈ മറ്റേ ഈ അമ്പലത്തിൽ നിൽക്കുന്ന ആൾക്കാർ, ഈ പൂജാരിമാർ. അതുപോലെ തന്നെ അതല്ല അങ്ങനെ എന്തോ ആയിക്കഴിഞ്ഞാൽ വൈദികന്മാർ, അങ്ങനെയല്ല പറയുന്നത്. ഒരു ഉള്ളിലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കും ചില ആൾക്കാരെ സംബന്ധിച്ച്. അതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങളെ സംബന്ധിച്ചും ഉണ്ട്. കാരണം നിങ്ങൾ അതിലേക്ക് ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പാസ്റ്റിൽ നിന്നുള്ള കുറച്ച് എനർജീസ് നിങ്ങളുടെ ലൈഫിലോട്ട് കൂടുന്നുണ്ട്. കാരണം കോൺട്രാക്റ്റ് ഒപ്പിടുന്നുണ്ട് ചില ആൾക്കാരെ സംബന്ധിച്ച്. ചില ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കോൺട്രാക്റ്റ് ഒപ്പിടുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റ് ഒപ്പിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് പല രീതിക്കുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകുന്നുണ്ട്. ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ്, അതുപോലെ തന്നെ എന്താ പറയുക ലൈഫ് സ്റ്റൈൽ ഭയങ്കരമായിട്ടും മാറുന്നുണ്ട്. ഫിനാൻഷ്യൽ പരമായിട്ടും ഒരു ബൾക്കിനെസ്, അതായത് ഒരു എനർജി പരമായിട്ടും എന്താ പറയുക എനർജി ഭയങ്കരമായിട്ടും നിങ്ങളിലോട്ട്, ആ ഒരു എനർജി നിങ്ങൾ പോലും ചിന്തിച്ച് കാണത്തില്ല. നിങ്ങൾ വളർന്നു വരുന്ന സമയത്ത് ഈ ഒരു മേഖല, അല്ലെങ്കിൽ ഈ ഒരു തട്ടിലോട്ട് എത്തും എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് കാണത്തില്ല. പക്ഷേ നിങ്ങളുടെ വിധി പ്രകാരം, നിങ്ങളുടെ ജന്മസിദ്ധമായിട്ടുള്ള കഴിവ് പ്രകാരം നിങ്ങൾ ആ ഒരു ഏരിയയിലോട്ടൊക്കെ നിങ്ങൾ കവർ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് ഫ്യൂച്ചറിൽ. ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും കരിയർ റിലേറ്റഡ് ആയിട്ട് ഇവിടെ പറയുന്നൊരു കാര്യം എന്താണെന്ന് പറയുമ്പോഴത്തേക്കും, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എത്തിപ്പെടേണ്ട, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒക്കെ നിങ്ങൾ മാറ്റി വെക്കേണ്ടി വരും. ആഗ്രഹിച്ച ആഗ്രഹങ്ങളും കാര്യങ്ങളും എല്ലാം മാറ്റി വെച്ചിട്ട്, നിങ്ങളുടെ ഒരു ആഗ്രഹവും കാര്യങ്ങളും ഫിനാൻസും എല്ലാം മാറ്റി വെച്ചിട്ട് വിധിപ്രകാരം പോകേണ്ടി വരും. അതായത് സോൾ പർപ്പസിനേക്കാളും നിങ്ങൾ മേ ബി ആക്ഷൻ എടുക്കാൻ വേണ്ടി, നിങ്ങളുടെ പാഷനേക്കാളും പാഷനേക്കാളും കൂടുതലും സോൾ പർപ്പസിന് വേണ്ടി പലരും ഇറങ്ങേണ്ടി വരും. ചിലപ്പോൾ കർമ്മപരമായിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക ചില ആൾക്കാരുടെ പർപ്പസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലൈഫിലോട്ട് എത്തിപ്പെടുന്നതായിരിക്കണം. കാർമിക്ക്, പാസ്റ്റ്, ടിൻ ഫ്ലെയിം, സോൾമേറ്റ്, അങ്ങനെയൊക്കെ ഉള്ള കുറേയധികം കാര്യങ്ങളിലോട്ട് നിങ്ങൾ ഇറങ്ങേണ്ടി വരും. ഇത് കരിയർ റിലേറ്റഡ് ആയിട്ട് എന്താണ് ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതും കരിയർ റിലേറ്റഡ് ആയിട്ട് ബന്ധമാണ്. കാരണം നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ കരിയറിലൊരു സക്സസ് ഉണ്ടാകത്തുള്ളൂ. നിങ്ങളുടെ സോൾ പർപ്പസ് ചെയ്ത് തീർത്താൽ മാത്രമേ നിങ്ങൾക്ക് കരിയർ പാഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കിട്ടുള്ളൂ എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് നിങ്ങളെ ട്രെയിൻ ചെയ്യും. യൂണിവേഴ്സ് ഭയങ്കരമായിട്ടും ട്രെയിൻ ചെയ്ത് അതിലോട്ട് കൊണ്ടെത്തിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഏത് ജോലിയിലായി കഴിഞ്ഞാലും യൂണിവേഴ്സ് തന്നെയാണ് അവിടെ ട്രെയിൻ ചെയ്ത് അനുഭവങ്ങൾ, ലൂപ്പ്, അങ്ങനത്തുള്ള കമ്മിറ്റ്മെൻറ്റ്സ്, അങ്ങനത്തുള്ള സംഭവങ്ങൾ കൊണ്ടുതന്നിട്ട് നിങ്ങൾ അതിലോട്ട് എത്തിക്കുന്നത്. യെസ്, ഇവിടെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ കാണുന്നൊരു സമയം കാണുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും, നിങ്ങൾക്കൊരു പരാജയം ഉണ്ട്. നിങ്ങളുടെ ലൈഫിലൊരു കരിയർ റിലേറ്റഡ് ആയിട്ട് ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കരിയർ ഇപ്പോൾ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കരിയർ ഭയങ്കരമായിട്ട് മോശപ്പെട്ടൊരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു വീടില്ല, നിങ്ങൾക്കൊരു കാറില്ല. ഇത് ഈ ഫസ്റ്റ് വരെ ചൂസ് ചെയ്ത ആൾക്കാരാണ് ഞാൻ പറയുന്നത്. ഒരു കാറില്ല, നിങ്ങൾ ആഗ്രഹിച്ച പോലത്തുള്ള ഒരു സമയം നിങ്ങൾക്ക് കിട്ടിയില്ല, നിങ്ങൾ ആഗ്രഹിച്ച എല്ലാം ഡൗൺ ആയി. കാരണം നിങ്ങളുടെ ഒരു ടൈം തന്നെ വേസ്റ്റ് ആയി. അതായത് നിങ്ങൾ കരിയർ റിലേറ്റഡ് ഭയങ്കരമായിട്ട് ഒരു ലോ എനർജിയിലാണ് പൊക്കിക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളുടെ ഒരു സംഭവം പറയുന്നത് പറയുമ്പോഴത്തേക്കും ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ,
ഇത് നിങ്ങളുടെ പകുതിയാണ്, നിങ്ങളുടെ ഹാഫാണ്. ഹാഫ് പീരീഡ് കഴിഞ്ഞ് അടുത്ത് നിങ്ങൾ ഹാഫ് പീരീഡിലോട്ട് കയറുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള സക്സസ് ഇവിടെ തരാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിന് പറ്റും. പക്ഷേ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ്, നിങ്ങളുടെ പാഷൻ എന്താണ്, അത് നിങ്ങൾ ഒരിക്കലും കളയാൻ വേണ്ടി പറ്റില്ല. ഇപ്പം നിങ്ങൾ എന്ത് ജോലിയും ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. നിങ്ങളുടെ കഴിവുകളും നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾക്ക് അതൊക്കെ അടക്കി പിടിച്ചായിരിക്കും നിങ്ങളെ വെച്ചേക്കുന്നത്. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു കോർപ്പറേറ്റിന് വേണ്ടിയിട്ടായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു മുതലാളിയുടെ കീഴിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്, പക്ഷേ അതിനൊരു സക്സസ് ഇല്ല. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ കാണുന്നൊരു സംഭവം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ദിവസക്കൂലിക്ക് വർക്ക് ചെയ്യുന്ന ആളായിരിക്കണം. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ കാണുന്നൊരു സംഭവം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഒരു സമയം, നിങ്ങളുടെ ഒരു ടൈം നിങ്ങൾ ഭയങ്കരമായിട്ടും ഡൗൺ ഫെയിലിയർ ആണ് എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. കാരണം ഒരു തലതിരിഞ്ഞ സമയം നിങ്ങൾക്ക് ഉണ്ടാകും, ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു തലതിരിഞ്ഞ സമയമാണ് എന്നുണ്ടെങ്കിൽ, ഈ തലതിരിഞ്ഞ സമയം നിങ്ങൾ തിരിഞ്ഞ് കയറി കാണുന്നൊരു സമയം വരും. ആ സമയത്ത് മാത്രമേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആ ഒരു ഉറക്കത്തിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ആ ഒരു സോൾ വ്യക്തമായിട്ടുള്ള കരിയർ, അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള പാഷൻ, വ്യക്തമായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾ കാണിച്ചു തരത്തുള്ളൂ. പക്ഷേ അതിന് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ആഗ്രഹം, അതൊന്നും നിങ്ങൾ മറക്കാണ്ടിരിക്കുക. അതിലൊക്കെ നിങ്ങൾക്ക് ഒരു വിഷൻ വയ്ക്കുക. അതിലൊക്കെ നിങ്ങൾക്ക് എത്തിപ്പെടണം. ആ ഒരു കരിയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ചില ആൾക്കാരെ സംബന്ധിച്ച് പുറത്ത് പോയിട്ട് നല്ല ലൈഫ് സ്റ്റൈൽ സെറ്റ് ചെയ്ത് അവിടെ ജീവിക്കണം എന്നുള്ളതായിരിക്കും ഇപ്പോഴത്തെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാരായിരിക്കണം, അല്ലെങ്കിൽ പഴയ ആൾക്കാർക്ക് അങ്ങനത്തെ ഉള്ള ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ ജീവിക്കണം എന്നുള്ള ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നു. പക്ഷേ അങ്ങനെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആഗ്രഹം വേണം, നിങ്ങൾക്ക് ആ പാഷൻ വേണം, ആ ഒരു ഇതുണ്ടായിരിക്കണം. നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിലോട്ട് എത്തിപ്പെടാൻ പറ്റൂ. കാരണം എന്ന് പറയുന്നത്, നിങ്ങളുടെ കഴിവ് ഒരു സമയമാകുമ്പോഴത്തേക്കും അത് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. അതിങ്ങനെ യൂണിവേഴ്സലിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, ക്രേവ് ചെയ്തുകൊണ്ടിരിക്കും അതിലോട്ട് എത്തിപ്പെടണമെന്ന്. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് എനിക്കിവിടെ കാണാൻ പറ്റുന്ന കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കരിയറിൽ കയറിയതിന് ശേഷം നിങ്ങൾ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെട്ട് കാണും. ഈ ഒരുപാട് നിങ്ങൾ നിൽക്കുന്ന ലൂപ്പ് എന്ന് പറയുന്ന ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ലൂപ്പാണ്. കുറേ അധികം ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നിങ്ങൾക്ക് വീട്ടിലിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ എന്താ പറയുക, വീട്ടിലിരിക്കുന്നതാണ് എന്താ ഒരു കാട്ടിലകപ്പെട്ട അവസ്ഥയാണ്. കാട്ടിലകപ്പെട്ട അവസ്ഥയെന്ന് പറഞ്ഞാൽ, കാട്ടിൽ കുറുക്കനുണ്ട്, മീനുണ്ട്, അതുപോലെ തന്നെ പൂച്ചയുണ്ട്, കടുവയുണ്ട്, ഇതെല്ലാം ഉണ്ട്. അവിടെ ചെന്ന് അകപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു ഡാർക്ക് നെറ്റ് ഓഫ് സോളായിരിക്കും. ഇതിനെല്ലാത്തിനെയും ഇത് ചെയ്തുകൊണ്ട് പോകണം, നേരാക്കി കൊണ്ടുപോകണം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാത്തിനെയും തരണം ചെയ്ത് ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് ജോലിക്ക് പോവുക എന്ന് പറഞ്ഞാൽ അവിടെ ഡാർക്ക് നെറ്റ് സോളാണ്. അവിടുത്തെ എനർജിയുമായിട്ട് ചില ആൾക്കാർക്ക് പിടിച്ച് നിൽക്കാൻ ഒട്ടും പറ്റുന്നില്ല. കാരണം അവിടെ കൂർമ്മ ബുദ്ധിയുള്ള ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക, നെഗറ്റീവ്പരമായിട്ട് നിങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്, നല്ലവരായ ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ ഒന്നിലും ഇടപെടാത്ത ചില ആൾക്കാരുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾ പെട്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. നിങ്ങൾ ജെനുവിനുമായി പോയി ബാക്കിയുള്ളവരെ സംബന്ധിച്ച് അവിടെ നടക്കുന്ന ഇഷ്യൂസ്, അതൊരു ലൂപ്പാണ്. മനസ്സിലാകുന്നുണ്ട്, അതൊരു ലൂപ്പാണ്. അവിടെ നടക്കുന്ന സിറ്റുവേഷൻസും അവിടെ നടക്കുന്ന കാര്യങ്ങളും നിങ്ങൾ തലമണ്ടയിലെടുത്ത് വെക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങളെ സംബന്ധിച്ച് ഒരു ചെറിയൊരു തോട് അതുവഴി ഒഴുകുന്ന സമയത്ത് അതിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം കുടിക്കാം. അത് നിങ്ങൾ അടുത്ത് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റത്ത് വഴി വെട്ടണം. അപ്പം ഞാൻ പറയുന്നത് പറയുമ്പോഴത്തേക്കും, നിങ്ങളുടെ ലൂപ്പും നിങ്ങളുടെ ഫിനാൻസ്, നിങ്ങളുടെ കരിയർ മാത്രം നിങ്ങൾ നോക്കി പോകാൻ വേണ്ടി നോക്കുക. അല്ലാണ്ട് നിങ്ങൾക്ക് ഇപ്പം അവിടെ നിൽക്കുന്ന ആൾക്കാർ പ്രശ്നക്കാരാണ്, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന എല്ലാവരും അവരുടെ ക്യാരക്ടർ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ പോകത്തുള്ളൂ. അല്ലാണ്ട് അതിൽ മാറ്റമോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. അപ്പം അവരെ നന്നാക്കണം, അല്ലെങ്കിൽ അവരങ്ങനെയാണ് അതുകൊണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ കാര്യമില്ല. ഇറ്റ്സ് ആൾ അബൌട്ട് എനർജി എന്ന് പറയും. എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടെൻഷനുള്ള ഒരാൾ നമ്മളെ കൂടെ നടന്നു കഴിഞ്ഞാൽ, എൻ്റെ ഒരു കൂട്ടുകാരൻ ടെൻഷനാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ടെൻഷൻ പാർട്ടിയായിട്ട് മാറും. അവനൊരു കള്ളുകുടിയനാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കള്ളുകുടിയനായിട്ട് മാറും. എന്താ പറയുക, അവനൊരു നമ്മുടെ കൂടെ നടക്കുന്ന ആൾക്കാരനെ ബേസ് ചെയ്തിരിക്കും നമ്മളുടെ ക്യാരക്ടർ മാറുന്നത്. നമ്മളുടെ റിലേഷൻഷിപ്പ് ഒരു ടോക്സിക് ആണെന്നുണ്ടെങ്കിൽ, നോർമലി നമ്മൾ അടുത്ത റിലേഷൻഷിപ്പ് നമ്മൾ ടോക്സിക് ആയി പോകും. നമുക്കൊരു റിലേഷൻഷിപ്പിൽ ട്രോമ കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത റിലേഷൻഷിപ്പ് കയറുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും, അയ്യോ ഇതങ്ങനെ ആവും. നമ്മളൊരു സംശയരോഗി, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഒരു സംശയരോഗിയാണ്, അല്ലെങ്കിൽ റിലേഷൻ ഒരു സംശയരോഗിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് നമ്മളും സംശയരോഗിയായിട്ട് മാറും. അപ്പം നമ്മളെ കൂടെ നിൽക്കുന്ന ചില ആൾക്കാരുടെ ക്യാരക്ടർ നമ്മളിലോട്ട് ഇൻഫ്ലുവൻസ് ആവും. അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പ്യൂർ ആയിട്ടുള്ള എനർജിയിൽ പോകാൻ വേണ്ടി നോക്കുക. മറ്റുള്ളവരുടെ എനർജി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഡാർക്ക് നൈറ്റ് സോൾ, മറ്റുള്ളവരുടെ കാർമിക്ക് എടുത്ത് തലമണ്ടയ്ക്ക് ഏറ്റാണ്ടിരിക്കുക. പ്രത്യേകിച്ച് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് ഹോസ്പിറ്റൽ ഫീൽഡ് അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക,
മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ട്രോമാപരമായിട്ടുള്ള സിറ്റുവേഷൻസ്, നെഗറ്റീവ് പരമായിട്ടുള്ള സിറ്റുവേഷൻസിൽ അവരുടെ കർമ്മകളും കാര്യങ്ങളും എടുത്ത് വെക്കാണ്ടിരിക്കാൻ നോക്കുക. ഇറ്റ്സ് ആൾ അബൌട്ട് എനർജി. എല്ലാം എനർജിയുടെ ബേസിലായതുകൊണ്ട് തന്നെ ഫിനാൻഷ്യലി നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് അബണ്ടൻസ് ഉണ്ടായിരിക്കാം. പക്ഷേ കയറുന്ന എനർജി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ രാവിലെ കയറി വൈകിട്ട് ഇറങ്ങുന്ന സമയത്ത് തളർന്ന് ഊപ്പാടഞ്ചും വന്ന് രാവിലെ പിന്നെ കയറിപ്പോൾ അങ്ങനത്തെ അതൊരു ലൂപ്പാണ്, മനസ്സിലാകുന്നുണ്ട്. ആ ഒരു ലൂപ്പിൽ നിൽക്കുന്ന ചില ആൾക്കാർ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങൾ കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്യണം. അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അവിടെ ആരും പ്രശ്നക്കാരല്ല, മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ ആരും, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്നതോ ആരും നിങ്ങൾക്ക് അവിടെ ഒരു പ്രശ്നക്കാരല്ല. നിങ്ങൾ അങ്ങോട്ടേക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ മാത്രമേ അവർ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇവൻ എന്താണ്, ഏതെങ്കിലും നിങ്ങൾ മനസ്സറിയാത്ത രീതിക്കുള്ള സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാൽ മാത്രം. പക്ഷേ എനിക്കിവിടെ കാണാൻ പറ്റുന്നത് അതാണ് ഞാൻ പറഞ്ഞത്. കൂർമ്മ ബുദ്ധിക്കാരും കാര്യങ്ങളും എല്ലാവരും ഉണ്ട്. പക്ഷേ നിങ്ങൾ അവരുടെ എനർജിയിലോട്ട് കയറാൻ പോകരുത്, മനസ്സിലാവുന്നുണ്ട്. അവരുടെ എനർജിയിലോട്ട് നിങ്ങൾ കയറാൻ പോകരുത്. അവരുടെ എനർജിയിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള പ്രോബ്ലം വരും. ഇപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരുത്തൻ ടെൻഷൻ, അല്ലെങ്കിൽ ഒരു പെണ്ണ് ടെൻഷൻ അടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ചില ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പറിച്ചിട്ടുണ്ട്, എന്താണ്, നമ്മൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവൾ കരയുമ്പോൾ ഞാനും കരയും എന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ആ ഒരു എനർജിയിലോട്ട് കയറുന്നതുകൊണ്ടാണ്. ആ ഒരു എനർജിയിലോട്ട് കയറാണ്ടിരുന്നാൽ മതി. എനർജിയിലോട്ട് കയറാണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നം വരത്തില്ല. ഇവിടെ കാണുന്ന ചില ആൾക്കാരെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ലക്ഷ്യം, വ്യക്തമായിട്ടുള്ള പാഷൻ, വ്യക്തമായിട്ടുള്ള ആഗ്രഹം, വ്യക്തമായിട്ടുള്ള ഹാർഡ് വർക്കിംഗ്, വ്യക്തമായിട്ടുള്ള എന്താ പറയുക, മനസ്സിൽ അത് തന്നെ പാഷൻ. അതായത് എത്തിപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ എത്തിപ്പെട്ടിരിക്കും. അതിനിപ്പോൾ കാടായാലും എന്താണ് നാടായാലും ഏത് സിറ്റുവേഷനിലായാലും എനിക്ക് വ്യക്തമായിട്ടുള്ള പാഷനുണ്ട്. അതിനുവേണ്ടി മാത്രം എക്സാം എഴുതുന്ന ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തളരാൻ പാടില്ല. നിങ്ങൾ തളരുന്നില്ല. 5, 6, 7 തവണ എക്സാം എഴുതിയിട്ട് 5, 6, 7 തവണ എക്സാം എഴുതിയതിന് ശേഷം നിങ്ങൾ അവിടെ പാസ്സാവുന്നില്ല. അവസാനം നിങ്ങളെന്താണ്, ആദ്യം നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ ഭയങ്കര റെസ്പെക്റ്റ്, നല്ല രീതിക്കായിരുന്നു പോയത്. ഇപ്പം നിങ്ങൾക്ക് പരിചയമായി. ആദ്യം നിങ്ങൾ ഭയഭക്തി ബഹുമാനത്തോടെ നിങ്ങൾ ദൈവത്തിനെയും തൊഴുത് നല്ല രീതിക്ക് പോയി പേടിച്ചൂടെ പോയി എക്സാം എഴുതി. 2ാമത്തെ തവണ പോയപ്പോഴത്തേക്കും നിങ്ങൾക്ക് പേടിയോ കാര്യങ്ങളോ അങ്ങനത്തെ ഉള്ളില്ല. 3, 4, 5 തവണ ആയപ്പോഴത്തേക്കും എന്താണ് എക്സ്പീരിയൻസ് ആയി. നിങ്ങൾക്ക് ഭയങ്കര രീതിക്കുള്ള എക്സ്പീരിയൻസ്. പിന്നെ ഷർട്ടും വേണ്ട, പാൻറ്റും വേണ്ട, ഒന്നും വേണ്ട. പോയിരുന്നങ്ങോട്ട് എക്സാം എഴുതുക എന്നുള്ളത്. കുളിക്കുകയും വേണ്ട, നനയ്ക്കുകയും വേണ്ട, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പോയിരുന്നങ്ങോട്ട് എക്സാം എഴുതുക. കാരണം അത്രയും കോൺഫിഡൻസ് ആയി. കാരണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ പരിചിതമായി. അപ്പം നിങ്ങളെ സംബന്ധിച്ച് എക്സ്പീരിയൻസ് ബ്രീഫ്സ് കണ്ടംപ്റ്റ്. കാരണം നിങ്ങളുടെ ലൈഫിലുള്ള ചില ട്രോമാപരമായിട്ടുള്ള സിറ്റുവേഷൻസും നിങ്ങളുടെ ലൈഫിലുള്ള ചില സംഭവങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സോൾ തരുന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള സിറ്റുവേഷൻസാണ്. ഞാൻ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ ഞാൻ നല്ല രീതിക്ക് പ്രിപ്പയർ ആയിട്ട് തന്നെ എക്സാം എഴുതും. പക്ഷേ എനിക്ക് വിധിപ്രകാരം കിട്ടില്ല. അതെന്തുകൊണ്ടാണ് എനിക്ക് വിധിപ്രകാരം കിട്ടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സോൾ നിങ്ങളെ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് ബെറ്റർ ആയിട്ടുള്ള പൊസിഷൻസ് ഉണ്ട്. ഒരു തവണ പോകുന്ന കണക്കല്ല 2ാമത്തെ തവണ എക്സാം എഴുതാൻ പോകുന്നത്. തോൽവിയിൽ നിന്നും ജയം കണ്ടെന്ന ആൾക്കാർക്ക് മാത്രമേ എന്താ പറയുക സക്സസ് ഉണ്ടാകത്തുള്ളൂ. ഇപ്പം എന്നെ ഈ പറയുന്ന USA, അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസ്, അങ്ങനെയൊക്കെയുള്ള വലിയ നല്ല ഡെവലപ്പായിട്ടുള്ള കൺട്രി എന്നൊക്കെ എന്നെ വിളിക്കുന്ന ചില ആൾക്കാരുണ്ട്. നല്ല പൊസിഷനിലിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർ പറയുന്നൊരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും അത്രയും കഷ്ടപ്പെട്ട് അത്രയും ഹാർഡ് വർക്ക് വെച്ച് തോറ്റ് തുന്നം പാടിയിട്ടാണ് വന്നത്. പക്ഷേ അവർ ആ പറയുന്ന സമയത്ത് അവർക്ക് അന്നൊരു ഡൗൺ ഫീലർ ആയിരുന്നു. പക്ഷേ ഇന്ന് സക്സസ്സിൽ നിൽക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് അത്രയും കഷ്ടപ്പെട്ടാണ് വന്നത്. അപ്പോൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ നിങ്ങൾക്ക് അതിനുള്ള പൊസിഷനിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതായിട്ട് ഞാൻ അവിടെ പറയാം. പക്ഷേ വിധിപ്രകാരം പോകുന്ന കുറേ അധികം ആൾക്കാരുണ്ട് കേട്ടോ. വിധിപ്രകാരം നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചില ആൾക്കാരെ സംബന്ധിച്ച് വിധിപ്രകാരം നിങ്ങളവിടെ എത്തുന്നുണ്ട്. പക്ഷേ ഈ ഒരു ചില കാറ്റഗറി പെടുന്ന ആൾക്കാരെന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ സോൾ പർപ്പസിലോട്ട് നിങ്ങൾ എന്തായാലും അവിടെ എത്തിപ്പെടും. അതായത് ഇവൻ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്കൊരു പാട്ട് പാടാനുള്ള കഴിവുണ്ട്, നിങ്ങൾ ഡാൻസ് കളിക്കാനുള്ള കഴിവുണ്ട്, നിങ്ങൾക്ക് ചില എന്താ പറയുക എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ചില കഴിവുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോൾ പിടിച്ച് നിർത്തത്തില്ല. നിങ്ങളവിടെ ഒരിക്കലും നിങ്ങളവിടെ പിടിച്ച് നിർത്താൻ നിങ്ങളുടെ സോൾ സമ്മതിക്കത്തില്ല. നിങ്ങളിപ്പോൾ എത്ര ജോലിക്ക് പോയാലും എന്ത് ജോലിക്ക് പോയാലും നിങ്ങളുടെ ഫീൽഡ് അതല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അവസാനം നിങ്ങൾ ജോലി എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവസാനം അവിടെ കൊണ്ട് എത്തിക്കും സോള്. കാരണം അത്രയും പവർഫുള്ളാണ് ചില സോളിനെ സംബന്ധിച്ച്. കാരണം അത്രയും വാശിയുള്ള സോളുകളുണ്ട്. വാശിയുള്ള സോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവിച്ച് ചീട്ടും പടവും വാങ്ങിയിട്ട് ആരും ഇല്ല ഈ കൊച്ചിനെ സഹായിക്കാൻ, അല്ലെങ്കിൽ ആരും ഇല്ല ഈ ഒരു വ്യക്തിയെ സഹായിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായിട്ടുള്ള ഡിവൈൻ പവർ അവിടെ കയറി നിങ്ങളെ സഹായിക്കാൻ വേണ്ടി നിങ്ങളെ സോള് അവിടെ നിന്ന് പുറത്തിറങ്ങിയിരിക്കുക. അത് നിങ്ങൾ എത്ര വേണോ നോക്കിക്കോ, നിങ്ങൾ അതിനുവേണ്ടി ആ പാഷൻ, ആ ആഗ്രഹം മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലൂപ്പ് തന്നെ ക്രിയേറ്റഡായി നിങ്ങളെടുത്തോട്ട് വരും. ജസ്റ്റ് ആ ആഗ്രഹം ഭയങ്കര വലിയ ആഗ്രഹമാണ്. നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം ഒരു സ്ഥലത്തോട്ട് എത്തിപ്പെടണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളവിടെ എത്തിപ്പെട്ടിരിക്കും. ഓക്കെ, ചില ആൾക്കാരെ സംബന്ധിച്ച് എനിക്കിവിടെ കാണാൻ പറ്റുന്നൊരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾ പോകുന്ന
ഒരു നിങ്ങളുടെ ലൈഫ് കുറച്ചധികം പ്രോബ്ലംസ് ആയിട്ട് വരുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളൊരു എൻഡ് പൊസിഷനിലാണ് നിൽക്കുന്നത്. എൻഡ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പായ്ക്കപ്പലിൽ കയറി നിൽക്കുന്ന സമയത്ത് ആ പായ്ക്കപ്പൽ എന്താ പറയുക, ഒരു കടലൊരു പായ്ക്കപ്പലും കൊണ്ട് ഇറങ്ങിയാണ് നിങ്ങൾ. ഇത് എന്താണ്, ദിശയ്ക്കനുസരിച്ച് പോകുന്നതാണ്. ഇതിൻ്റെ പായ് കീറിക്കൊണ്ടിരിക്കുകയാണ്, പല ഭാഗത്തു നിന്നും കീറി തീ പിടിച്ച് പൊക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾക്ക് ലോങ് കാണാം, വിഷൻ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ നിങ്ങളവിടെ എന്ത് ചെയ്യും? അതാണ് സ്റ്റക്ക് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. വിധി കൈവിട്ട് ഇനി നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള നിങ്ങളുടെ തീരുമാനം, നിങ്ങൾ എടുക്കേണ്ട ഒരു പൊസിഷൻ, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ചില കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കേണ്ടി വരും. നിങ്ങളായിട്ട് നിന്ന് ചില സമയത്ത് നിങ്ങൾ തീരുമാനം എടുക്കേണ്ടി വരും. വിധിയും എല്ലാം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും, ഇല്ല എന്ന് പറയുന്നില്ല. വിധിയും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. പക്ഷേ ചില ആൾക്കാരെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും, ചില സമയത്ത് നിങ്ങൾ ഡിസിഷൻ എടുക്കേണ്ട ചില സമയങ്ങൾ വരും. നിങ്ങൾ തീരുമാനം എടുക്കേണ്ട, അത് റിലേഷൻഷിപ്പിലായാലും കരിയറിലായാലും തീരുമാനം എടുക്കേണ്ട ഒരു സമയം വരും. അവിടെ ദൈവത്തിനെ ആലോചിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ നിങ്ങൾ ഡിവൈനെ ആലോചിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത്രയും നേരം നിങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്ന ഡിവൈൻ എന്ന് പറയുന്നത് പുറത്തിറങ്ങി നിങ്ങളെ കളി കാണാൻ വേണ്ടി നോക്കും. കാരണം നിങ്ങൾ കളി പഠിപ്പിച്ചു. ഇത്രയും ആൾക്കാർ ഇത്രയും സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളെ കളി പഠിപ്പിച്ചതിന് ശേഷം കളി എന്താണെന്ന് ഡിവൈൻ അറിയണ്ടേ? അപ്പം ഓപ്പോസിറ്റ് നിന്നിട്ട് ഡിവൈൻ കളി കാണാൻ വേണ്ടി നോക്കും. അപ്പം നിങ്ങളവിടെ എടുക്കുന്ന തീരുമാനം, നിങ്ങളവിടെ എടുക്കുന്ന ഡിസിഷൻ, കാരണം നിങ്ങൾ ഭയങ്കരമായിട്ടും ഫെയിലിയർ ആയിക്കൊണ്ടിരിക്കുക. റിലേഷൻഷിപ്പിലായിരിക്കണം, കരിയറിലായിരിക്കണം, നിങ്ങൾ ഭയങ്കരമായിട്ട് ഫെയിലിയർ ആയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കീറി പറഞ്ഞ് പൊക്കിക്കൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ അവിടെ എന്ത് തീരുമാനം എടുക്കും? നിങ്ങൾക്ക് വിഷനുണ്ട്, നല്ല വിഷനുണ്ട്, എങ്ങോട്ട് പോകണം, എന്താണ് ചെയ്യണം എന്നുള്ള വിഷനുണ്ട്. പക്ഷേ നിങ്ങൾ അവിടെ എന്ത് തീരുമാനം എടുക്കും, നിങ്ങൾ അവിടെ എന്ത് ചോയ്സ് ചെയ്യും എന്നുള്ളതാണ് ഡിവൈൻ ചോദിക്കുന്നത്. ആ സമയം നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് സക്സസ് നിങ്ങൾക്കുണ്ടാവും. അതാണ് പറയുന്നത്, പൊട്ടിപ്പാളീസായിട്ട് നിൽക്കുന്ന സമയത്തും ഡൗൺ ഫീലറായിട്ട് മനസ്സ് തകർന്ന് പിച്ചച്ചട്ടി എടുത്ത് നിൽക്കുന്ന സമയത്തും കോൺഫിഡൻസും ധൈര്യവും അതുപോലെ തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസം വിടാണ്ട് മുന്നോട്ട് പോകാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സക്സസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പിറകെ വരും. ഫിനാൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്നുമില്ല. ഫിനാൻസ് കാര്യം ഇത് ഫിനാൻസ് എല്ലാം വേണം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇതെല്ലാം കിട്ടി നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ട ചില സാധനങ്ങളുണ്ട്. ഇതെല്ലാം ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ഫിനാൻസ് വലിയ സംഭവമൊന്നും ആയിരിക്കത്തില്ല, അവർക്ക് ഫെയിമും വലിയ സംഭവമായിരിക്കത്തില്ല. അവർക്ക് ചില സംഭവങ്ങളുണ്ട്, അവരുടെ ലൈഫിൽ വേണം എന്നാഗ്രഹിക്കുന്ന ചില സംഭവമുണ്ട്. അവരിങ്ങനെ വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കും. പണമുള്ളവർ കോടിക്കണക്കിന് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അതാണ് കൊടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പം ഇവിടെ കാണുന്നൊരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു പോയിന്റിൽ എത്തുന്നുണ്ട്. ആ സർപ്രൈസ് ഞാൻ കളയുന്നില്ല. കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ അത് എത്തുന്നുണ്ട്. യൂണിവേഴ്സിലായിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഗിഫ്റ്റ്, അതിൽ ഞാൻ കയറി ഇടപെട്ട് ഫ്യൂച്ചർ ഒരുപാട് ഞാൻ പറഞ്ഞു. പക്ഷേ ഇത് ഞാൻ പറയാൻ അർഹനല്ല. കാരണം ഇത് ഡിവൈനായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ട കുറേ ബ്ലെസ്സിങ്സാണ്. അത് നിങ്ങൾക്ക് വരും എന്നുള്ള ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് ഡിവൈൻ വഴി തരാം. കാരണം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നതിൻ്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും, ഒരിക്കലും നിങ്ങൾ ഈ ഭൂമി, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഡിവൈനെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ദൈവത്തിനെ ക്രൂശിച്ചിട്ട് പോകാൻ പാടില്ല. കാരണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ, അതിനനുസരിച്ചുള്ള സിറ്റുവേഷൻസാണ് ഞാൻ പറയുന്നത്. ദൈവവിശ്വാസം ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്കത് പറഞ്ഞിട്ട് പോകാം, ഡിവൈനായിട്ട് അവർക്കത് പണി കൊടുത്തോളും. പക്ഷേ ദൈവവിശ്വാസമുണ്ട് നിങ്ങൾ ഈ സമയം വരെ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് പല സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ, കരിയർ റിലേറ്റഡ് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ചൊരു തീരുമാനം നിങ്ങളുടെ ലൈഫിൽ ഡിവൈനായിട്ട് ഉണ്ടാക്കി തരും. പക്ഷേ അങ്ങനെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്ന സംഭവം എന്ന് പറയുമ്പോൾ, നിങ്ങൾ തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് വീട്ടിൽ കയറി ഇരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു ജോലിയും ചെയ്യാണ്ടിരിക്കുക, ഹാർഡ് വർക്ക് ചെയ്യാണ്ടിരിക്കുക, നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാണ്ടിരിക്കുക എന്നുള്ളതല്ല. നീ പണിയെടുക്കൂ, നിനക്ക് ബലം തരുന്നവൻ ഞാൻ, അങ്ങനെയാണ് ദൈവം പറഞ്ഞേക്കുന്നത്. നീ ഹാർഡ് വർക്ക് ചെയ്യ്, നിനക്ക് അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് ഞാൻ നിനക്ക് തരാം. അല്ലാണ്ട് നീ ഹാർഡ് വർക്കും ചെയ്യാണ്ട് നീ നിൻ്റെ പാഷനും, ചില ആൾക്കാർ എത്തിപ്പെടും കേട്ടോ, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അത് അതിനനുസരിച്ചുള്ള ആഗ്രഹവും കാര്യങ്ങളും മാനിഫെസ്റ്റിംഗിലും ചെയ്യണം. വെറുതെ വീട്ടിലിരുന്ന ഒരു ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല. മാനിഫെസ്റ്റ് ചെയ്ത് അത് എടുക്കാനുള്ള ആ ഒരു ആത്മവിശ്വാസം, പവറും കാര്യങ്ങളെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ചുമ്മാ നിങ്ങളുടെ ലൈഫിൽ വരും. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ചുമ്മാ കിട്ടുന്ന സാധനങ്ങളാണ്. യൂണിവേഴ്സിൽ ചുമ്മാ എല്ലാവർക്കും വാരിക്കൂരി കൊടുക്കും. അത് എന്ത് ചോദിച്ചാലും കിടക്കും. കാരണം യൂണിവേഴ്സിനെ സംബന്ധിച്ച് കഴിവെന്ന് പറയുന്നത് അവർക്ക് വലിയ ഇതൊന്നുമില്ല. ഒരാൾക്കൊരു കഴിവുണ്ട്, അത് എന്ത് ചോദിച്ചാലും യൂണിവേഴ്സ് വാരിക്കൂരി കൊടുക്കും. അത് നിങ്ങളെ കരിയറായാലും പൈസ ആയാലും എത്ര കോടികളാണ് നിങ്ങൾക്ക് വാരിത്തരാം, അവർക്ക് ഇതുണ്ട്. പക്ഷേ അതിനനുസരിച്ച് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. പാഷനേറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ കഴിവ് കണ്ടുപിടിച്ച് നിങ്ങൾ പോകാൻ പോകണം. പാട്ട് പാടാനുള്ള കഴിവുണ്ടെങ്കിൽ പാട്ട് പാടാൻ വേണ്ടി ശ്രമിക്കുക. ആൾക്കാരെ പേടിച്ചിട്ട് എനിക്ക് പാട്ട് പാടാനുള്ള കഴിവ്, എൻ്റെ ഒരു അമ്മ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, മോനെ
എനിക്ക് അങ്ങനെ നടക്കാൻ ആഗ്രഹമുണ്ട്, എനിക്കിങ്ങനെ നടക്കാൻ ആഗ്രഹമുണ്ട്, എനിക്ക് പാട്ട് പാടാനുള്ള എനിക്ക് ഡാൻസ് കളിക്കാൻ കഴിയണം, പക്ഷേ എനിക്ക് ലുക്കുണ്ട്, പക്ഷേ എനിക്കിതൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. അത് കാണിക്കണം. അത് കാണിച്ചില്ലെങ്കിൽ പിന്നെ ആ പ്രായത്തിലും അവർക്കതിൻ്റെ ഒരു ആഗ്രഹമുണ്ട്. ആ ഒരു എന്താ പറയുക, ആ ഒരു 60 വയസ്സെങ്ങാണ്ട് ഐ തിങ്ക് അവർക്കുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അവർക്ക് ആ പാഷൻ എന്ന് പറയുന്ന അവരുടെ ലൈഫിൽ ഇപ്പോഴും ഉണ്ട്. ചുമ്മാ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് കയറി കഴിഞ്ഞാൽ അവർക്ക് തിളങ്ങും. അതിനനുസരിച്ചുള്ള ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ അവർക്ക് ചുമ്മാ അതിനനുസരിച്ചുള്ള ആൾക്കാർ വരും. ഒറ്റൊരുത്തം വന്നിട്ട് ഒരു 10 പേർ നെഗറ്റീവ് പറയും, പക്ഷേ ഒരുത്തം പോസിറ്റീവ് പറഞ്ഞാൽ മതി. ആ പോസിറ്റീവിൽ പിന്നെ ഇതെല്ലാം മാറും. അത് പറഞ്ഞില്ലേ, സമയം മാറും. നെഗറ്റീവ് പറഞ്ഞവർ തന്നെ പോസിറ്റീവ് പറയും, പോസിറ്റീവ് വരുന്നവർ എന്നിട്ട് നെഗറ്റീവ് പറയും. അപ്പം അതൊന്നും നോക്കിക്കൊണ്ടിരിക്കാനല്ല, നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ കരിയർ നിങ്ങൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും. അപ്പം അടുത്തായിട്ട് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർ റീഡിങ്ങിലോട്ടാണ് പോകുന്നത്. ഓക്കെ, അടുത്തതായിട്ട് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. സെക്കൻഡ് പൈൽ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ്, സെക്കൻഡ് പൈൽ. ഓക്കെ, സെക്കൻഡ് പൈൽ. ഓക്കെ, സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിങ്ങനെ ട്രാൻസ്ഫർമേഷൻ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരാളാണ്. ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരു ഫീൽഡിൽ തന്നെ നിങ്ങൾക്ക് അങ്ങനെ കടിച്ച് പിടിച്ച് നിൽക്കാൻ പാടായിരിക്കും. നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ ഫിനാൻസ്, നിങ്ങളുടെ വാല്യൂ കണ്ട് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് പോകുന്ന ഒരു വ്യക്തിയാണ്. ഒരു പൊസിഷനിൽ ഇരുന്ന് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു ജോലി ചെയ്ത് കഴിഞ്ഞാലും അവിടെ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു പഠനം ഉണ്ടായിരിക്കും. എല്ലാം പഠിക്കും, എല്ലാവരുമായിട്ട് നല്ല രീതിക്ക് കണക്ഷൻ ഉണ്ടാവും. ഒരു വെൽ സെറ്റിൽഡായിട്ട് നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തികളായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് എനിക്ക് കാണാൻ പറ്റുന്നത്. നല്ലൊരു പൊസിഷൻ എന്ന് പറയുന്നത് ആൾക്കാരെ ബഹുമാനിക്കുന്ന പൊസിഷൻ മാത്രമല്ല, ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയും തന്നെയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആൾക്കാർക്കൊക്കെ നല്ലൊരു റെസ്പെക്റ്റ് ഉണ്ട്. ടീച്ചറായിരിക്കാം, അതുപോലെ തന്നെ ഡോക്ടറായിരിക്കാം, അതുപോലെ തന്നെ എന്താ പറയുക, നല്ലൊരു പൊസിഷനിലിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അത് രണ്ടും മാത്രമല്ല നല്ലൊരു പൊസിഷൻ, എല്ലാം നല്ലൊരു പൊസിഷനാണ്. എല്ലാ ജോലിയും നല്ലൊരു പൊസിഷൻ തന്നെയാണ്, ഈവൻ എല്ലാം. അപ്പം ഇവിടെ കാണുന്നൊരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും പാഷൻ എന്താണ്, ഇവിടെ കാണാൻ പറ്റുന്നൊരു സംഭവം എന്ന് പറയുന്നത് ഞാൻ ആരാണ്, ഞാൻ എന്താണ് എന്ന് തേടി പോകുന്ന കുറേയധികം ആൾക്കാരുണ്ട്. ഈവൻ സ്പിരിച്വാലിറ്റിയിൽ പറയുന്ന ആൾക്കാർ, സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും സ്പിരിച്വൽ ലെവലിൽ കുറേയധികം ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്, ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഞാനിത് എങ്ങോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ എൻ്റെ വ്യക്തമായിട്ടുള്ള കരിയർ എന്താണ്, എനിക്ക് ആ ജോലിയാണോ നല്ലത്, ഈ ജോലിയാണോ നല്ലത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണ്, ഞാൻ ഈ ജോലി തന്നെ സ്ഥിരമായിട്ട് നിൽക്കുമോ, അല്ലെങ്കിൽ ഞാൻ ഈ ജോലി തന്നെയാണോ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ ചില എന്താ പറയുക, കൂർമ്മ ബുദ്ധിക്കാരി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതായത് നിങ്ങൾക്കൊരു വ്യക്തമായിട്ടൊരു പാഷനുണ്ട്, നിങ്ങളുടെ മനസ്സിലൊരു പാഷനുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹമുണ്ട്, അത് നിങ്ങൾ എന്തായാലും ഒരു ദിവസം തേടിപ്പോവും. നിങ്ങൾക്കത് യൂണിവേഴ്സ് നിങ്ങൾ അതിലോട്ട് ഗൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഒരു സിമ്പലൊക്കെ വരുന്നുണ്ട്. ഇതാണോ ഞാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളെ പിടിച്ച് ചില സംഭവങ്ങൾ നിങ്ങളെ പിടിച്ച് നിർത്തുന്നുണ്ട്. കരിയർ റിലേറ്റഡ് ആയിട്ട് ചില സംഭവങ്ങൾ നിങ്ങളെ പിടിച്ച് നിർത്തുന്നുണ്ട്. എന്താ പറയുക, വീട്ടുകാർ പഠിപ്പിച്ചതായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ എന്താ പറയുക, നിങ്ങളുടെ ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു പാഷനുണ്ട്. ആ ഒരു പാഷനിലോട്ട് നിങ്ങൾ ഒരു ടൈം ആകുമ്പോൾ കടക്കുകയും ചെയ്യും. ഒരു ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്നൊരു ആളായിരിക്കും, ഒരു മുതലാളി ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു സീനിയർ ആയിട്ടുള്ളൊരു സംഭവങ്ങളായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു എന്താ പറയുക, മോഡേണിങ് എന്തോ ഒരു പാഷനായിട്ട് സംഭവം നിങ്ങളുടെ ലൈഫിലുണ്ട്. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഒരു ഭയങ്കര ഫെയിം നിങ്ങൾക്കുണ്ട്. എനിക്ക് അതാണ് ഇവിടെ പറയുന്നത്, ഒരു ഫെയിമിൽ കയറാനുള്ള ഒരാളാണ്. ആ ഹാർഡ് വർക്ക്, ആ ഒരു പാഷൻ, ആ ഒരു സോൾ പർപ്പസ്, അല്ലെങ്കിൽ ആ ഒരു സംഭവം നിങ്ങളുടെ ഉള്ളിലുണ്ട്. എന്തോ ഒരു ഫെയിം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇവൻ മോഡലായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു ആക്ടറായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഡാൻസുകാരി, പാട്ട്, അങ്ങനത്തെ ഉള്ള എന്തൊരു സമയം വിധിപ്രകാരം വന്നതാണ്, ജന്മസിദ്ധമായിട്ട് അത് ഉണ്ടും താനും. ആ പർപ്പസിൽ നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളവിടെ എത്തും. അവിടെ എത്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ എത്തും. നിങ്ങൾ ഡോക്ടറായാലും, നിങ്ങൾ ടീച്ചറായാലും, നിങ്ങൾ ആരാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള പൊസിഷനും അതിന് വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോമും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരു സമയത്ത് ഒരുങ്ങി വരും. ഈവൻ റീൽസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, ഈവൻ നല്ല ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരായിരിക്കണം, ഫുഡ് കൊടുത്ത് ആൾക്കാരുടെ പ്രശംസ മേടിച്ച് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ആൾക്കാരെ റെസ്പെക്റ്റ് ചെയ്യുന്ന വിധം ഏതോ ഒരു കഴിവുള്ളൊരു വ്യക്തിയാണ് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർ. കാരണം ഉള്ളിൽ കഴിവുണ്ട്, ഉള്ളിൽ
ആ സാധനമുണ്ട്. എന്താ പറയുക, ഒരു പാചകം ചെയ്യാനുള്ള കഴിവെന്ന് പറഞ്ഞാൽ എല്ലാവരെ സംബന്ധിച്ചും പാചകം ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷേ അത് കൈപുണ്യം എന്ന് പറഞ്ഞ് ചില ആൾക്കാരെ സംബന്ധിച്ച് ചിലരിലേ കാണത്തുള്ളൂ. കൈവഴക്കം, മെയ് വഴക്കം എന്നൊക്കെ പറയുന്നത്. ഈ ഡാൻസ് കളിക്കാൻ പോലും 1000 പേര് ഡാൻസ് കളിക്കും. പക്ഷേ അതിൽ ഒരാളെയൊക്കെ നമുക്കത് ജന്മസിദ്ധമായിട്ട് അവന് കിട്ടിയ കഴിവായിരിക്കും. പാട്ട് പാടാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ലോകത്തിൽ അത്രയും നല്ല കഴിവുള്ള ആൾക്കാരുണ്ടെന്ന് തോന്നുന്നില്ല. പാട്ട് പാടാൻ അതാണ് ഏറ്റവും വലിയ കഴിവ്. ട്രെയിൻ ചെയ്തെടുക്കുന്നതിനേക്കാളും കഴിവ് അതാണ്. നല്ല സൗണ്ട് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് അതൊന്നും കണ്ണും കമ്പയറും വിട്ട് എടുക്കാൻ പറ്റാത്ത സാധനങ്ങളാണ്. അതൊക്കെ ജന്മസിദ്ധമായിട്ട് ഉണ്ടാവുന്ന സാധനങ്ങളാണ്. അതുള്ള ചില ആൾക്കാരുണ്ട്. അത് നിങ്ങൾ തേടി പോകുന്നുണ്ട്. അത് ചില ആൾക്കാരിങ്ങനെ തേടി നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ക്രേവ് ചെയ്യണം. എന്താണ് ഞാൻ, അല്ലെങ്കിൽ ആരാണ് ഞാൻ, എൻ്റെ കഴിവെന്താണ്, സ്പിരിച്വാലിറ്റിയാണ്, സ്പിരിച്വൽ പറയുക ഇന്നർ കടന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നർ വോയിസ് എന്തൊക്കെയോ സംസാരിക്കുന്നത്, അത് എന്താണ് എൻ്റെ ആ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കഴിവ്, അല്ലെങ്കിൽ ഞാൻ ആരാണ് എന്നൊക്കെ നിങ്ങൾ ഒരു ദിവസം തേടി പോവുക തന്നെ ചെയ്യും. സ്പിരിച്വൽ ലെവലിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തേടി പോവുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള കുറേയധികം ആൾക്കാരെ എനിക്കിവിടെ കാണാൻ പറ്റും. പക്ഷേ ചില കെട്ടുപാടുകൾ, ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, ചില പിരിമുറുക്കങ്ങൾ, കരിയർ റിലേറ്റഡ് ആയിട്ട് ചില സംഭവങ്ങൾ അസ്ഥാനത്ത് അടിച്ച് നിങ്ങളവിടെ നിർത്തുന്നുമുണ്ട്. ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കരിയറിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലൊക്കെ പെട്ടുപോയിട്ട് എന്താണ് സ്വന്തം, ഞാൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസ്, മുന്നേ നല്ല കഴിവും കാര്യങ്ങളും എല്ലാം പാട്ടും പാടി അങ്ങനെ നടന്ന ആൾക്കാർ ഈ ഒരു സമയമായപ്പോൾ ചില ആൾക്കാരെ സംബന്ധിച്ച് എന്തോ ഒരു സിറ്റുവേഷനിൽ പെട്ടു, ഈ മനസ്സൊക്കെ തുറന്ന് ഡൗൺ ഫീൽ ആവുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, കഴിവിന് സമയമൊന്നുമില്ല. കഴിവ് എപ്പം വേണമെങ്കിലും വരാം. സമയത്തിനനുസരിച്ച് കഴിവ് നിങ്ങളുടെ അടുത്തോട്ട് വരും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. അതിനെ എത്ര കെട്ടിപ്പൂട്ടി നിർത്തി കഴിഞ്ഞാലും അത് ഒരു സമയമാകുമ്പോൾ അതെടുത്ത് ചാടും. അത് ചാടി ആ സാധനം നേടാണ്ട് നിങ്ങളുടെ സോൾ പുറത്തോട്ട് പോകത്തൊന്നുമില്ല. കാരണം അതില്ലാത്ത പക്ഷം നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് മനസ്സമാധാനം തരത്തില്ല. മനസ്സിന് ഒരു മനസ്സമാധാനം തന്നാലല്ലേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ലോകത്ത് വേറെ എന്തുണ്ട്, പണമുണ്ട്, മറ്റേ സാധനമുണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ പോലും ഈ മനസ്സ് എന്ന് പറഞ്ഞ സാധനത്തിന് ഒരു സമാധാനം വേണം. അതാണ് മനസ്സമാധാനം. അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകത്തുള്ളൂ, ഹാപ്പിനെസ് ഉണ്ടാകത്തുള്ളൂ, നല്ലൊരു வாழ்க்கை ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്ന സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ലോങ് വിഷനുണ്ട്. ലോങ് വിഷൻ എന്ന് പറയുന്നത് മാത്രമല്ല, ഇവിടെ കാണാൻ പറ്റുന്ന സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും, ഞാൻ കരിയർ സംബന്ധമായിട്ട് പറയുന്നത് കൊണ്ട് നിങ്ങൾ വേറെ ഒന്നും തോന്നരുത്. കരിയർ സംബന്ധമായിട്ട് അല്ലാത്ത വേറൊരു സംഭവത്തിലൂടെ കിടക്കുകയാണ്. നിങ്ങൾ ഭയങ്കര ക്യൂട്ട് ആണ്. ക്യൂട്ട് എന്ന് പറയുന്നത് ഈവൻ പാസ്റ്റിലൊരു രാജാവോ രാജ്ഞിയോ അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾ ഏത് ഡ്രസ്സ് ഇട്ടാലും നിങ്ങൾക്ക് ചേരും. അത് നിങ്ങളടുത്ത് പലരും പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഏത് ഡ്രസ്സ് ഇട്ടാലും നിങ്ങൾക്ക് ചേരും. നിങ്ങൾക്കൊരു പ്രത്യേക കഴിവുണ്ട്. കഴിവ് എന്ന് പറയുന്നത്, ഞാനിതിങ്ങനെ എടുത്ത് പറയാൻ കാരണം, സെക്കൻഡ് പേജ് ചൂസ് ചെയ്ത ആൾക്കാർ ഞാനിങ്ങനെ എടുത്ത് പറയാൻ കാരണം എന്ന് പറയുന്നത്, ഫസ്റ്റ് പൈൽ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് കുറേ അധികം എനർജീസ് ഇങ്ങനെ മാറി വന്നുകൊണ്ട് ഞാൻ അങ്ങനെ പോയി. സെക്കൻഡ് പൈൽ എന്ന് പറയുന്നത് എനിക്ക് എന്താ പറയുക, പൈൽ സെലക്ട് ചെയ്ത് ഇന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ആരാധിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഒരു സമയമാകുമ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തന്നെ ചിന്തിക്കും, ഇവൻ രാഷ്ട്രീയ പ്രവർത്തകന് നിങ്ങൾ ഈ കാണുന്ന വ്യക്തികൾ എന്താണോ, നിങ്ങൾ എന്താവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ വ്യക്തമായിട്ടൊരു പൊസിഷനിൽ നിന്നുകൊണ്ട് ആൾക്കാർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്ത്, ആൾക്കാർ നിങ്ങളെ എന്താ പറയുക, ഇപ്പം നിങ്ങളുടെ ലൂപ്പ് നിങ്ങളെ കളിയാക്കിയിരിക്കും എല്ലാവരും. ഇപ്പം നിങ്ങളെ ഭയങ്കരമായിട്ട് ഡൗൺ ഫീലർ ആക്കുന്നുണ്ട്, നിങ്ങളെ വിഷമപ്പെടുത്തുന്നുണ്ട്, നിങ്ങളെ ഭയങ്കരമായിട്ടും കളിയാക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാർ തന്നെ നിങ്ങളൊരു സമയത്ത് നിങ്ങളെ സക്സസ്സിൽ ഉണ്ടാക്കും. കാരണം അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത, മേ ബി നിങ്ങൾ കളർ കുറവായിരിക്കും, കൊള്ളൂലായിരിക്കും, നിങ്ങൾ വല്ലാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുന്നത്, ഒട്ടും ഇത് തന്നെ ആയിരിക്കും. പക്ഷേ നിങ്ങളെ യൂണിവേഴ്സ് നിങ്ങളെ യൂണിവേഴ്സ് കൈവിടില്ല. സീരിയസ്ലി ഞാൻ പറയുന്നത്, നിങ്ങളൊരു രാജാവോ അല്ലെങ്കിൽ നിങ്ങളൊരു രാജ്ഞിയായിട്ട് എന്തോ ഒരു സംഭവിച്ചു മാറും. കാരണം നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്ന വ്യക്തികളെ കാണുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, വിധിപ്രകാരം നിങ്ങൾ അവിടെ എത്തുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ച് എനർജി മാറി കയറുന്നുണ്ട്, അങ്ങനെ പോയാണ്. പക്ഷേ സെക്കൻഡ് പൈൽ അതിനനുസരിച്ചുള്ള കാർഡ് എനിക്കിവിടെ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ അഡ്മയർ ചെയ്യുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന കുറേ അധികം ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് വരും. ഫെയിം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടപ്പറപ്പാണ്. നിങ്ങൾക്കൊരു ഫെയിം ഉണ്ടാകും. ആൾക്കാർ നിങ്ങളെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നൊരു ജോലിയിലോട്ട് നിങ്ങൾ ഫ്യൂച്ചറിലോട്ട് കിടക്കും. ഈ ഒരു സമയം നിങ്ങൾക്ക് ഭയങ്കര നെഗറ്റീവായിരിക്കും, ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും, നിങ്ങളെന്താ പറയുക, ഒരു കണ്ണിങ് ആയിരിക്കും, അങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷേ നിങ്ങളുടെ ക്യാരക്ടർ, നിങ്ങളുടെ ചിന്തകൾ എല്ലാം മാറിയിട്ട് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർ നിങ്ങൾ തന്നെ അതിശയപ്പെടും. കാരണം നിങ്ങളുടെ മനസ്സിൽ സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളങ്ങനെ ഓവറായിട്ട് ചിന്തിച്ച് കൊളാക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനത്തുള്ള ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. അത് ഞാൻ എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങൾ ആ സമയത്ത് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.
ഞാൻ ഈ പറഞ്ഞ വാക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കാണുന്ന സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് പല ജോലി ചെയ്ത് പക്ഷേ ഒന്നിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല, ഒന്നും ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ആ ജോലി ചെയ്ത് ഈ ജോലി ചെയ്ത്, അല്ലെങ്കിൽ അതാണ് എൻ്റെ ജോലി, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ജോലി അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ നിൽക്കുന്ന. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റീസും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ല. ആഗ്രഹിച്ച പോലത്തുള്ള കാര്യങ്ങൾ, ആഗ്രഹിച്ച പോലത്തുള്ള പാഷൻ, ഒരു മനസ്സമാധാനം കിട്ടാത്ത പക്ഷം ഒരു ലൂപ്പിലായി പോയ സിറ്റുവേഷൻസ്. ആ ലൂപ്പിൽ കിടന്ന് ഇറങ്ങാൻ പറ്റാതെ ഇങ്ങനെ വിരവിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഏതാണ് ചെയ്യേണ്ടത്? ഒറ്റപ്പെട്ടൊരു സിറ്റുവേഷൻ ലൈഫിൽ. മേ ബി നിങ്ങൾ പുറത്ത് കൺട്രീസിലായിരിക്കാം പോവേണ്ടത്, അല്ലെങ്കിൽ പോയത്, അല്ലെന്നുണ്ടെങ്കിൽ ദുബായിലോ അല്ലെങ്കിൽ എന്താ പറയുക ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയതിനു ശേഷം അവിടെ നിങ്ങൾ വിചാരിച്ച കണക്കത്തൊരു സെറ്റപ്പ് ഒന്നുമല്ല. അവിടെ എല്ലാം UFOയിൽ പിടിച്ചിട്ട് കണക്ക്, എന്താ പറയുക, ഏലിയൻസിനെ UFOയിൽ പിടിച്ചിട്ട് കണക്ക് ഒറ്റപ്പെട്ടു പോയി. മനുഷ്യന്മാരുടെ ഇടയിൽ അല്ലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. കാരണം അത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട്, അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ച കണക്കത്തൊരു നേച്ചറോ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച കണക്കത്തൊരു ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച കണക്കത്തൊരു ആംബിയൻസോ അല്ല നിങ്ങൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. അവിടെ എന്ന് പറയുന്നത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനുള്ള ഫിനാൻസും കാര്യങ്ങളെല്ലാം ലഭിക്കുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ലോൺലെസ് ഫീലാണ്, ഒരു ഒറ്റപ്പെട്ട സിറ്റുവേഷനാണ്. ഫിനാൻഷ്യലിയും കിട്ടുന്നുണ്ടെങ്കിൽ പോലും എന്താ പറയുക, ഞാനിത് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ നിൽക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ബാക്കിയുള്ളവർക്ക് നിങ്ങൾ അടിപൊളിയായിരിക്കും, പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അവിടെ ഒരു ഓക്കെ ആവുന്നില്ല. നിങ്ങൾക്കിതല്ല, അല്ലെങ്കിൽ എൻ്റെ സ്ഥാനം ഇതല്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട ജോലി ഇതാണോ, അല്ലെങ്കിൽ എനിക്കിതല്ല വഴങ്ങുന്നത് എന്നൊക്കെ ഉള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം തന്നെ ഒരു ഭയങ്കരമായിട്ടൊരു വേസ്റ്റായിട്ട് തോന്നും. കാരണം നിങ്ങൾ ഭയങ്കര അടിപൊളിയായിരിക്കും, ഭയങ്കര ഗ്ലാമറായിരിക്കും, ഭയങ്കര ലുക്കായിരിക്കും, ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിരിക്കും, ഭയങ്കര നോളജ് ആയിരിക്കും, പക്ഷേ ഞാനിതാണോ ചെയ്യേണ്ടത്, ഞാനിതെന്തുകൊണ്ട് ചെയ്യണം എന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്നൊരു ഡൗൺ ഫീൽ സിറ്റുവേഷൻ. നിങ്ങളെ കാരണം അവിടെ ഒരുപാട് പേർക്ക് ഓപ്പർച്യൂണിറ്റി ഇടുന്നു, അവിടെ ഒരുപാട് പേർക്ക് ഓറ വലുതുകൊണ്ട് നിങ്ങളുടെ പ്രസൻസ് അവിടെ ഒരുപാട് ആൾക്കാരെ ഭയങ്കരമായിട്ട് എന്താ പറയുക പിടിച്ച് നിർത്തുന്നുണ്ട് ആ ഒരു ജോലിക്ക്. അതുകൊണ്ടായിരിക്കണം നിങ്ങൾക്ക് ഈ ജോലി അവിടെ കിട്ടിയത് തന്നെ. അപ്പം നിങ്ങളെ സംബന്ധിച്ച് പുറത്തോട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ പറയുക, പുറത്ത് വേറൊരു വേൾഡ്, നിങ്ങളുള്ളിൽ നിൽക്കുന്ന വേറൊരു ലൂപ്പ് വേൾഡ്. അവിടെ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്ക് ആയിടത്തൊന്നും പറയാൻ പറ്റാതെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാനിത് എന്താണ് ചെയ്യണം, ഞാൻ ഒരു എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഒരു തീരുമാനം എടുക്കണം, ഒരു ജഡ്ജ്മെൻറ്റ് എടുക്കണം. പക്ഷേ ചില സിറ്റുവേഷൻസ് കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തുള്ള സമയമായിട്ടാണ് കാണാൻ പറ്റും. ഇതിനെന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എന്ത് ചെയ്യണം എന്നുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, ടൈം ആയിട്ടില്ല, ട്രാക്കിൽ കയറാൻ സമയമായിട്ടില്ല. ട്രാക്കിൽ കയറാൻ സമയമായിട്ടില്ല എന്നുള്ളത് എന്ന് പറയുന്നത് പഠിക്കണം. ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടി വരും, ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. കാരണം വെറുതെ ഒരാൾക്ക് ദൈവം കഴിവ് കൊടുത്തിട്ട് അങ്ങോട്ട് കയറി ചെല്ലണം, നിനക്ക് ഞാൻ സംഭവങ്ങൾ തരാമെന്ന് പറയത്തില്ല. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതും വിധിപ്രകാരം അവൻ അവിടെ എത്തേണ്ടി വരും. അത് പണ്ടൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു, അങ്ങനെ എത്തിപ്പെടാൻ പറ്റും. പക്ഷേ ഇപ്പോഴത്തെ സംഭവം വെച്ചിട്ടാണെങ്കിൽ എല്ലാവർക്കും കഴിവുണ്ട്, എല്ലാവർക്കും ആ ഒരു ട്രാക്കിലാണ്. അപ്പം അവരുടെ പാഷൻ, അവരുടെ ആഗ്രഹം അതൊക്കെ കണ്ടുപിടിച്ച് അവർ പോകുന്നൊരു സമയമാണ്. പക്ഷേ ചിലരെ സംബന്ധിച്ച് ചിലർ നിലനിൽക്കും, ചിലർ നിലനിൽക്കത്തില്ല. പക്ഷേ ഓൺ ട്രാക്കിൽ, ഓൺ സോൾ പർപ്പസ് ഉള്ള, അല്ലെങ്കിൽ പാഷനേറ്റായിട്ട് ആഗ്രഹമുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രെയിൻ വരും. ആ ട്രെയിൻ വരുന്ന വരെ നിങ്ങളുടെ ടിക്കറ്റും പിടിച്ച് നിങ്ങളവിടെ നിൽക്കേണ്ടി വരും. നിങ്ങൾക്ക് പോവേണ്ട സ്ഥലത്തല്ലേ നിങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ വന്നാലേ നിങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വേറൊരാൾക്ക് പോകാനുള്ള ട്രെയിൻ വന്നിട്ട് അതിൽ കയറി പോയിട്ട് കാര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ മാറിപ്പോകും. അപ്പം നിങ്ങളുടെ ട്രെയിൻ വരും, അപ്പം സമാധാനപ്പെടുക. ആ ഒരു സമയം വരെ നിങ്ങൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അത് വരാണ്ടിരിക്കത്തില്ല, അത് ഓൺ ടൈം ആകുമ്പോഴത്തേക്കും കറക്റ്റ് വന്നോളും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കും, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ഇത്രയും സിറ്റുവേഷൻ വന്നു, എന്തുകൊണ്ട് എനിക്ക് ട്രാക്ക് കിട്ടിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ട്രാൻസ്ഫർമേഷൻ കാർഡ്. ഇത് കാർഡ് തന്നെ എടുത്തേക്കുന്നത് നിങ്ങളുടെ ട്രാൻസ്ഫർമേഷനാണ്. നിങ്ങൾക്ക് വന്നേക്കണ കാർഡ് താഴെ കിടക്കുന്നത് നിങ്ങൾ ഭയങ്കര ജെനുവിനാണ്, ട്രാൻസ്ഫർമേഷൻ കാർഡാണ് വന്നേക്കുന്നത്. ഈ ട്രാൻസ്ഫർമേഷൻ കാർഡ് നോക്കുന്നത് തന്നെ ഏഞ്ചൽ ഗൈഡിനാണ് കാണിച്ചിരിക്കുന്നത്, പക്ക ട്രാൻസ്ഫർമേഷനാണ്. ഈ ലേഡി എന്ന് പറയുന്നില്ല, ഇതിപ്പം എന്താ പറയുക, ഒന്ന് തിരിച്ച് മറിക്കുന്ന സമയത്ത് ഇത് മാറുമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ആൾ മാറും ടോട്ടലി. വിധിപ്രകാരം എന്താ പറയുക, ലുക്ക് മാറും, ചിന്തകൾ മാറും, സിറ്റുവേഷൻസ് മാറും, ലൈഫ് സ്റ്റൈൽ മാറും, എല്ലാം മാറും. കാരണം അത്രത്തോളം പവർഫുള്ളാണ്, അത്രത്തോളം എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരിക്കണം, ഒരുപാട് പേര് ഉണ്ടായിരിക്കണം, ഒരുപാട് ലൈഫ് സ്റ്റൈൽ, ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് രാജ്യങ്ങൾ, എല്ലാം കണ്ട ആൾക്കാരായിരിക്കണം, അല്ലെങ്കിൽ ഒരുപാട് അനുഭവങ്ങളുള്ളതായിരിക്കണം. അനുഭവ സമ്പത്ത് കൂടുതലാണ്, എല്ലാവിധ എക്സ്പീരിയൻസും നിങ്ങൾക്കുണ്ട്. ചെറുപ്രായം മുതലേ കണ്ടുവന്ന കിഡ്സ് എന്ന് പറയുന്നത് 1980 അല്ലെങ്കിൽ അങ്ങനെ വന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ അനുഭവമുണ്ട്. ഏജിനനുസരിച്ചുള്ള അനുഭവമല്ല, അതിന് മേളിലുള്ള അനുഭവമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എല്ലാവരും പോയി കാണും, എല്ലാവരും നഷ്ടപ്പെട്ട പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും നിൽക്കുന്നത്. നിങ്ങളുടെ വണ്ടിയിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയുള്ള ആൾക്കാർ. ഇത്രയും നാൾ നിങ്ങളുടെ ലൈഫിലുണ്ടായി നിങ്ങൾക്ക് വേണ്ടിയുള്ള ആൾക്കാരൊന്നും ആയിരിക്കത്തില്ല.
നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾ ആഗ്രഹിച്ച പോലത്തുള്ള പൊസിഷൻ തരുന്ന ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരും. ഓൺ ട്രാക്കിൽ കയറുന്ന സമയത്ത് അതിന്ന് വരെ എനർജി മാറിക്കൊണ്ടിരിക്കും. അലമ്പ് എനർജി വരും, ഹൈ എനർജി വരും, ലോ എനർജി വരും, ചീത്ത എനർജി വരും, നിങ്ങൾക്ക് അസുഖം തരാനുള്ള എനർജി വരും, കാർമിക് എനർജി വരും, റിലേഷൻഷിപ്പ് എനർജി വരും. അങ്ങനത്തെ ഒരുപാട് എനർജീസ് നിങ്ങളുടെ ലൈഫിൽ വരും. പക്ഷേ ആ എനർജീസൊക്കെ നിങ്ങൾക്ക് സ്വീകരിക്കാമോ? ഒരിക്കലും സ്വീകരിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ എനർജിയിലുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്കല്ലേ നിങ്ങൾക്ക് അവിടെ കയറാൻ പറ്റത്തുള്ളൂ. ആ ഒരു ലൂപ്പ് ആവുന്ന സമയത്ത് നിങ്ങളുടെ ടൈം മാറും, സിറ്റുവേഷൻസ് മാറും, കാലം മാറും, എന്താ പറയുക, നിങ്ങളുടെ കാലചക്രം മാറും. അങ്ങനെ മാറുന്ന സമയത്ത് നിങ്ങൾക്കൊരു ചെറിയ പെയിൻ ഉണ്ടാവും. കാരണം നിങ്ങൾ ആ ഒരു പെയിൻ എന്ന് പറയുന്നത് ഇത്രയും നിങ്ങളെ പഠിപ്പിച്ച സ്ഥലം അല്ലെങ്കിൽ ഇത്രയും നിങ്ങളാക്കി മാറ്റിയ സ്ഥലം നിങ്ങൾ കാണും. നിങ്ങൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും ഡൗൺ ഫെയിലിയർ തന്ന ഇത് ഫ്യൂച്ചറാണ്. അത് നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യും ഈ സമയത്തിന്. ഓൺ ട്രാക്ക് വരണം. അപ്പം ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഡിവൈനെ കളിയാക്കും അല്ലെങ്കിൽ ദൈവത്തിനെ നിങ്ങൾ ഭയങ്കരമായിട്ടും ഞാൻ ഏത് ദൈവം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ദൈവം വിശ്വാസം ഉള്ള ആളാണ്. അപ്പോൾ ഞാൻ പറയുന്ന സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും അത് ആരാണെന്ന് എനിക്കറിയത്തില്ല. ദൈവം ആരാണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. മതം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയാം. അപ്പം കുറേ മതങ്ങളുണ്ട്. മതം പഠിപ്പിക്കരുത് ആൾക്കാരെ, ജാതി പറയരുത്. അതുപോലെ തന്നെ എന്താ പറയുക, ഇപ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂസും നിങ്ങൾ ജെന്യുവിനായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. കരിയർ റിലേറ്റഡ് ആയിട്ടായാലും അതുപോലെ നല്ല ആൾക്കാരായിട്ടാണ്. ഏത് ഫസ്റ്റ് പേല് ചൂസ് ചെയ്താലും സെക്കൻഡ് പേല് ചൂസ് ചെയ്താലും എല്ലാവരും നല്ല ഹ്യൂമൻസാണ്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ ഞാനിവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ ഓൺ ട്രാക്ക് എത്തും. സെക്കൻഡ് പേല് ചൂസ് ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓൺ ട്രാക്ക് എത്തും. ട്രാക്ക് എത്തുന്ന വരെ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരും. നിങ്ങൾ അതിന്നൊരു ഹാർഡ് വർക്ക് ചെയ്യേണ്ടി തന്നെ വരും. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കരിയർ റിലേറ്റഡ് ആയിട്ട് കുറേയധികം അനുഭവിക്കുന്നുണ്ട്. ചില സിറ്റുവേഷൻസൊന്നും നിങ്ങൾക്ക് പറ്റുന്നില്ല, പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. ഒരു ലൂപ്പ് തന്നെ ക്രിയേറ്റഡ് ആക്കിയിട്ട് ആൾക്കാരെ പോലും നിങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങളുടെ പെയിൻ അനുഭവിച്ച് വേദന അനുഭവിച്ച് അടുത്തൊന്നും പറയാൻ പറ്റാത്ത സിറ്റുവേഷനിലും കൂടിയാണ് നിൽക്കുന്നത്. ആ ട്രാക്ക് വരുന്ന സമയത്തില്ലേ കാട് മാറുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ കണ്ട് ആൾക്കാർ ഈഗോ അടിക്കും. ഈഗോ എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് ആ ഈഗോ നിങ്ങൾക്ക് കേൾക്കത്തില്ല. ഇതിൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത് നിങ്ങളൊരു സക്സസിൻ്റെ പീക്കിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കമ്പയർ, ദൃഷ്ടിദോഷം, സൈക്കിക് അറ്റാക്ക് ഇതൊന്നും നിങ്ങൾക്ക് കേൾക്കത്തില്ല. കാരണം ഇതിനെല്ലാത്തിനും മറ നിങ്ങൾക്ക് വയ്ക്കും. 4K മറ നിങ്ങൾക്ക് വയ്ക്കും. അപ്പം നിങ്ങളെ കണ്ട് നിങ്ങളൊരു നല്ല പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളൊരു നല്ല പൊസിഷനിലാവും. ഞാൻ ഗ്യാരൻറ്റി തരാം. ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ. ഞാൻ ഗ്യാരൻറ്റി തരാം നിങ്ങളൊരു നല്ല പൊസിഷനിലെത്തും. നിങ്ങൾ പൊസിഷനിൽ ഫ്യൂച്ചറിൽ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി, നിങ്ങളെ ഇന്ന് വേണ്ടാന്ന് വിചാരിച്ച റിലേഷൻഷിപ്പ്, കരിയർ, മാതാപിതാക്കൾ, ഫ്രണ്ട്സ് ആരാണെങ്കിൽ പോലും നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ മേളിൽ തട്ടി നിൽക്കുന്ന ആരാണെങ്കിൽ പോലും ആ സമയത്ത് നിങ്ങളെ കണ്ട് എണീച്ച് നിന്നിരിക്കും. അവർക്ക് എണീച്ച് നിൽക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല അവർക്ക്. കാരണം സമൂഹം അവരെ കളിയാക്കും. നിങ്ങളെ ഇന്ന് കളിയാക്കുന്ന, നിങ്ങളിന്ന് നെഗറ്റീവ് എന്ന് പറഞ്ഞ് നടക്കുന്ന സിറ്റുവേഷൻസ്, നിങ്ങളുടെ ഈഗോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും തെറ്റാണ്, അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങളെ ഡൗൺ ഫീലിയർ ആക്കുന്ന, നിങ്ങൾ എന്ത് ഫീൽഡാണ് നിൽക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല. ബട്ട് നിങ്ങളൊരു നല്ലൊരു പൊസിഷനിൽ എത്തുന്ന സമയത്ത് ഈ പറഞ്ഞ റിലേഷൻഷിപ്പ് നിങ്ങളെ തള്ളിപ്പറഞ്ഞ എല്ലാവരും നിങ്ങളൊരു പൊസിഷനിൽ വരും. പക്ഷേ നിങ്ങൾ അതെങ്ങനെ ആവുമെന്ന് എനിക്കറിഞ്ഞൂടാ. മേ ബി നിങ്ങൾ നടന്നു പോകുന്ന സമയത്ത് ചുമ്മാ ഒരു ലോട്ടറി എടുത്ത് അടുത്ത ഫസ്റ്റ് പ്രൈസ് അടിച്ചാലും മതി. മനസ്സിലാവുന്നുണ്ടോ? ആൾക്കാരൊക്കെ നിങ്ങളെ വീട്ടിൽ വന്നിരിക്കും. അത് ഞാൻ ജസ്റ്റ് ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും പോയി ലോട്ടറി എടുത്തിട്ട് എനിക്ക് അടിച്ചില്ല എന്ന് പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ വരരുത് പ്ലീസ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്നെ വിളിച്ചു പറഞ്ഞു, മോനിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പോയി ലോട്ടറി എടുത്ത് എനിക്ക് ഒന്നും അടിച്ചില്ലെന്നും പറഞ്ഞുകൊണ്ട്. അത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ചുമ്മാ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്ന സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും ആ സമയത്ത് നിങ്ങൾ അവരെ നോക്കുന്നൊരു നോട്ടം ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അവർ ഈഗോയിസ്റ്റിക്കായിട്ട് നിങ്ങളെ നോക്കുന്ന സമയത്ത് നിങ്ങൾ റെസ്പെക്റ്റ്ഫുള്ളി അവരെ നോക്കുന്നൊരു നോട്ടം ഉണ്ടായിരിക്കും. അപ്പം അവർക്കതിലൊരു പാഠം മനസ്സിലാവും. അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു പാഠപുസ്തകമാണ്. നിങ്ങൾ ഒരുപാട് പേർക്ക് അഡ്മയർ ആവേണ്ട, ഒരുപാട് പേർക്ക് നിങ്ങൾ വിധിപ്രകാരം നിങ്ങൾ ഒരുപാട് പേർക്ക് എന്താ പറയുക ഗൈഡ് ആവേണ്ട, ഒരു മെൻറ്റർ ആവേണ്ട ഒരു വ്യക്തിയാണ്. അപ്പം നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഫ്യൂച്ചറിനെ നിങ്ങൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഫ്യൂച്ചർ നിങ്ങൾക്ക് സക്സസ് ആണ് കാണിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ റിലേഷൻഷിപ്പും അതൊക്കെ ഇപ്പം നിങ്ങളുടെ ലൈഫിൽ വരുന്ന അവർക്ക് അതിലൊന്നും ഇതില്ല. ഇവിടെ കാണുന്നൊരു സംഭവം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സമയം നിങ്ങളെ സംബന്ധിച്ച്
ഒരു മരുഭൂമിയിൽ ഒറ്റയ്ക്ക് പെടുന്ന ഒരാൾക്ക് എങ്ങനെ സർവൈവ് ചെയ്യണം എന്നറിഞ്ഞൂടാത്തൊരു സിറ്റുവേഷനിലേക്കും ആൾ എങ്ങനെ സർവൈവ് ചെയ്യും? ഒരുപാട് കാറ്റും വന്ന് ഒരുപാട് പ്രശ്നങ്ങളും തരണം ചെയ്ത് നിൽക്കുന്നൊരു സിറ്റുവേഷൻ, വെള്ളം പോലും കാണത്തില്ല, അത്ര സിറ്റുവേഷൻസ് ആയിരിക്കും. പക്ഷേ ഞാൻ പറയുന്നൊരു സംഭവം എന്ന് പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നിങ്ങളവിടെ തരണം ചെയ്യണം. നിങ്ങളവിടെ സക്സസ് വരുന്നവരെ നിങ്ങളവിടെ തരണം ചെയ്യണം. ദ ഹോൾ യൂണിവേഴ്സ് ഗൈഡ് ഫോർ യു, നിങ്ങളെ ഗൈഡ് ചെയ്യും. ഓക്കെ, അപ്പം ഇവിടെ കാണുന്നൊരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും, പിന്നെ അടുത്തൊരു സംഭവം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ജീൻ പരമായിട്ട്, അതുപോലെ തന്നെ എന്താ പറയുക, ജീൻ പരമായിട്ട് ഉപരി നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു വെളിച്ചം തരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫിൽ നിന്ന് ഏതോ ഒരു, നിങ്ങളിപ്പോൾ ഇതൊക്കെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ആരോങ്ങാണ്ടാണ്. നിങ്ങളെ വ്യക്തമായിട്ടുള്ള ഗൈഡൻസ് ഉണ്ട്, വ്യക്തമായിട്ടുള്ള ആൾക്കാർ നിങ്ങളെ കൂടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കിതിൽ മനസ്സിലായിട്ടില്ലല്ലേ? നിങ്ങൾ ഈ ഹാർഡ് വർക്ക് ചെയ്യുന്നത്, നിങ്ങൾ ഈ കഷ്ടപ്പെടുന്നത്, നിങ്ങൾ ഈ പറയുന്ന സംഭവങ്ങൾ ചെയ്യുന്നത്, ഇതൊക്കെ ഒരു തീരുമാനത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്, ഇതൊരു ജഡ്ജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്, നിങ്ങളൊരു പൊസിഷനിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഡിവൈൻ നിങ്ങളെ അടുപ്പിച്ചടുപ്പിച്ച് കൊണ്ടുപോകുന്നത്. നിങ്ങളെ പുറത്തുനിന്ന് കളി കണ്ടുകൊണ്ടിരിക്കുക, നിങ്ങളെ കളിപ്പിച്ചിട്ട് നിങ്ങളെ പുറത്തു നിന്നും കളി കൊണ്ടിരിക്കുക. നിങ്ങൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു കാണും, റിലേഷൻഷിപ്പിലായാലും കരിയറിലായാലും നിങ്ങൾ ഒരുപാട് പാഠങ്ങൾ പഠിക്കും. നിങ്ങൾ വിഷമിക്കുന്ന സമയത്ത് അതേപോലെ നിങ്ങളുടെ ദൈവം വിഷമിക്കുന്നുണ്ട്, അതേപോലെ നിങ്ങളുടെ ഡിവൈൻ വിഷമിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ അറിയിക്കുന്നില്ല. ഇതിൽ എനിക്ക് ആത്മാവിൻ്റെ സാന്നിധ്യമാണ് കിട്ടുന്നത്. ആത്മാവിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയ ആരൊക്കെയൊക്കെയോ സാന്നിധ്യം എനിക്ക് കിട്ടുന്നുണ്ട്. ഐ തിങ്ക് ഇത് കാണുന്ന വ്യക്തികളാ എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും, നിങ്ങളിൽ നിന്നും അങ്ങനെ ആരെങ്കിലും നിങ്ങളിൽ നിന്ന് നല്ല രീതിക്ക് നിങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും നിങ്ങൾ മിസ്സ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു എനർജീസ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ എന്താ പറയുക, അവർക്കത് സന്തോഷമാണ്. കാരണം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് കണ്ട്, നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ വിഷമിക്കുന്നത് കണ്ട് അവർ ചിരിക്കത്തേ ഉള്ളൂ. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും അത് നിങ്ങൾ വിഷമിക്കണം. ഇപ്പം നിങ്ങൾ വിഷമിച്ച് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാകും. നിങ്ങൾ ഹാപ്പിനെസ് ഉണ്ടാകുന്ന സമയത്ത് ആ ചിരി അവർ കാണണം, ആ ഒരു സക്സസ്സിലോട്ട് നിങ്ങൾ എത്തണം എന്നുള്ളത്. അപ്പം കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നൊരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. തീച്ചുളയിൽ നിന്നും ഉരുകുന്നൊരവസ്ഥയിലായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് പറ്റാത്ത സിറ്റുവേഷൻസ് അതൊക്കെ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, സിറ്റുവേഷൻ വിൽ ഇമ്പ്രൂവ്, സിറ്റുവേഷൻസ് മാറും. ഞാൻ പറഞ്ഞില്ലേ, കാണാൻ പറ്റുന്ന സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും ലൈഫിൽ നിന്നും കുറേയധികം സംഭവങ്ങൾ ഇങ്ങനെ മാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലൈഫിൽ നിന്നും കുറേയധികം സിറ്റുവേഷൻസ് ഇങ്ങനെ കീറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഡിസിഷൻ എടുക്കുക, ഈ ഒരു സമയത്ത് നിങ്ങൾ തീരുമാനം എടുക്കുന്നതാണെങ്കിലിരിക്കും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നത്. ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറയും, സെക്കൻഡ് ബൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ അടുത്ത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾ ഇതൊക്കെ എഴുതി വെച്ചത് ആര് കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ വേണമെന്ന് ഞാൻ പറയുന്നത്, നിങ്ങൾക്കൊരു വ്യക്തമായിട്ടൊരു പൊസിഷനിൽ നിങ്ങളെത്തും. ഇവർ നിങ്ങൾ എന്ത് ജോലി ചെയ്ത് കഴിഞ്ഞാൽ പോലും നിങ്ങൾ ആ ഒരു പൊസിഷനിലെത്തും. കാരണം എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫിൽ നിന്നും വന്ന ആൾക്കാരാണ്. ആ ഒരു ആഗ്രഹം കിട്ടാണ്ട്, ആ ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ തരാണ്ട് നിങ്ങളുടെ സോൾ ഇറങ്ങി പോകത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ആത്മശാന്തി കിട്ടാണ്ട് ഭൂമിയിൽ നിന്ന് ഇറങ്ങി പോകില്ല എന്നൊക്കെ പറയും. അതേ കണക്കത്തെ വാശിയാണ് ഈ സോളിന് കിടക്കുന്നത്. സംഭവം എന്ന് പറയുന്നത് ഈ സോൾ ഇറങ്ങി പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് കിട്ടേണ്ട സാധനം കിട്ടണം. അപ്പം യൂണിവേഴ്സിനെ സംബന്ധിച്ച് എന്താണ്, ഈ പറഞ്ഞ ആളൊരു പൂവാണ് ചോദിച്ചേക്കുന്നത്, യൂണിവേഴ്സ് കൊടുക്കാൻ നിൽക്കുന്ന ഒരു പൂക്കാലമാണ്. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും പാസ്റ്റിലേ ഇയാൾക്ക് കിട്ടിയിട്ടില്ല, അല്ലെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ ഈ വ്യക്തിക്ക് ആഗ്രഹിച്ച സംഭവങ്ങളൊന്നും കൊടുത്തിട്ടില്ല. രാജാവായി കാണും, പക്ഷേ ആഗ്രഹിച്ച പോലത്തുള്ള സംഭവങ്ങൾ കിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർമേഷൻ വിൽ കം. ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ലൈഫിൽ എന്തായാലും ഉണ്ട് കേട്ടോ. നിങ്ങളെ ആഗ്രഹിക്കുന്ന പൊസിഷനിലോട്ടൊക്കെ നിങ്ങൾ എന്തായാലും എത്തും എന്നുള്ളതാണ് സെക്കൻഡ് ബെൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ എനിക്ക് പറയാനുള്ളത്. എനിക്ക് അധികമൊന്നും പറയാനില്ല. നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ലക്ഷ്യം, അതുമാത്രം നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്ത് അതിന് എന്ത് തന്നെ ആയാലും അതിലോട്ട് മാത്രം കോൺസെൻട്രേഷൻ ചെയ്യുക. യൂണിവേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുക, ഗൈഡ് ചെയ്ത് കെഞ്ചി ചോദിക്കുക, യൂണിവേഴ്സ് എനിക്കത് തരണം, എനിക്കത് ആഗ്രഹമുള്ളതാണ്, എനിക്ക് അത്രയും പാഷനേറ്റാണ്, എനിക്കത് തരണം. സോളിൻ്റെ അടുത്ത് രാത്രിയാകുമ്പോൾ ചോദിച്ചിട്ട് വിടുക, ഇങ്ങനെ പറഞ്ഞ് എനിക്കിങ്ങനെ ആഗ്രഹമുണ്ട്, അത് ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് പറയണം എന്നുള്ളത്. കാരണം നമുക്ക് കണക്ട് ചെയ്ത് പിടിക്കാൻ പറ്റാത്തതാണ് ദൈവത്തിനൊക്കെ, പക്ഷേ നമ്മുടെ സോളിനെ കണക്ട് ചെയ്ത് പിടിക്കാം. നമ്മൾ ഉറങ്ങുന്ന സമയത്തായാലും സ്വപ്നം വഴിയെങ്കിലും പോയി ഏതെങ്കിലും ഡിവൈനെ കണക്ട് ചെയ്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏഞ്ചലിനെ കണക്ട് ചെയ്ത് ഇവർ സംസാരിച്ചോളും. അപ്പം നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്തസ്സായിട്ട് ഈ ഭൂമിയിൽ നിന്ന് അത് നേടിയിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ആഗ്രഹപ്രകാരം പോകാൻ പറ്റും. അപ്പം അതാണ് ഇവിടെ കാണുന്നത്. അത് എന്ത് സംഭവമായാലും അതാണ് പറയാനുള്ളത്. അപ്പം ഓക്കെ, സെക്കൻഡ് ബെൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ ഓക്കെ. അടുത്തായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വേറൊരു വീഡിയോയിലോട്ട് കാണാം. ഓക്കെ, ബൈ, ടാറ്റ, സീ യു.